ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു വേൾഡ് കപ്പ് എഡിഷനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിനെ കുറിച്ചിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ അക്ഷരം തെറ്റാണ്ടേ ഫുട്ബോൾ റോയൽറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലബ് ഫുട്ബോളിൽ ഇത്തരത്തിൽ ഫുട്ബോൾ റോയൽറ്റിയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് അത് റയൽ മാഡ്രിഡിൻ്റെ പേരായിരിക്കും. കാരണം വെച്ചാൽ അമ്മാതിരി യൂറോപ്യൻ ഡോമിനൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ രീതിയിൽ നമുക്ക് ഫുട്ബോൾ റോയൽറ്റി എന്ന് ബന്ധപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു രാജ്യം അത് ബ്രസീലാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ആർക്കും ഉത്തരം പറയാൻ പറ്റും. മറ്റൊന്നുമല്ല, അവരെക്കാൾ കൂടുതൽ വേൾഡ് കപ്പ് കിരീടം മറ്റാരും കരസ്ഥമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ മുത്തമിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റും. പക്ഷെ അത് മാത്രമാണോ കാരണം? അല്ല, അത് മാത്രമല്ല കാരണം. അവരുടെ ഫുട്ബോൾ കൊണ്ട്, അവരുടെ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കൊണ്ട്, ജോഗോ ബൊനീറ്റോ കൊണ്ട് എത്ര മനുഷ്യന്മാരുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാണ് എന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല, അവർ യൂറോപ്പിലേക്ക് 50കളിൽ ഒരു വരവ് വന്നിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു വരവായിരുന്നത്. ഒരു 17കാരനായിട്ടുള്ള പെലെയുണ്ടായിരുന്നു ആ ഒരു സ്ക്വാഡിൽ. സാമ്പാതാളവും ജിങ്കാതാളവും ഒക്കെ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട്, അവരിങ്ങനെ ആളുകളെ ത്രസിപ്പിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഫുട്ബോൾ അങ്ങോട്ട് കാഴ്ചവെച്ചിട്ട്, അതായത് യൂറോപ്പ് അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിജിഡായിട്ടുള്ള മിലിറ്ററി ഡിസിപ്ലിനോട് കൂടിയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓവർ ടാക്റ്റിക്കലായിട്ടുള്ളൊരു കാലമാണ്. അതിൻ്റെ ഇടയിലേക്കാണ് വല്ലാത്ത രീതിയിലുള്ളൊരു ഫ്രഷ് എയറുമായിട്ട് ഈ ബ്രസീലിയൻ ചങ്ങായിമാരങ്ങോട്ട് കടന്നു വരുന്നത്. അവരെന്നിട്ട് ബ്യൂട്ടിഫുൾ ഫ്ലൂയിഡ് അറ്റാക്കിങ് ഫുട്ബോൾ അങ്ങോട്ട് കാഴ്ചവെച്ച് കൊടുക്കുകയാണ്. ഞെട്ടിപ്പോയി ആളുകൾ. വല്ലാത്ത രീതിയിൽ ലോകം ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു അന്ന് എന്നുള്ളതാണ് ഓരോ മനുഷ്യന്മാരുടെ അനുഭവക്കുറിപ്പുകളൊക്കെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഭവം. 1958 സ്വീഡനിലെ വേൾഡ് കപ്പ്. അവിടെയാണ് വാവയും പെലെയും ഗരീഞ്ചയും സഗാലയും ഒക്കെ ആളുകളെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത്, ത്രസിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോഗോ ബൊനീറ്റോയുടെ വല്ലാത്ത രീതിയിലുള്ള ആ ഒരു അഴിഞ്ഞാട്ടമെന്ന് ലോകം കണ്ടതായിരുന്നു. പിന്നീട് ബ്രസീലിൻ്റെ ഡോമിനൻസാണ് ലോകം കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലേ? മാത്രമല്ല, ഈവൻ അവർ 82 ഇപ്പോൾ വേൾഡ് കപ്പ് അടിക്കാതെ പോയിട്ടുള്ള ഒരു വർഷം ഉണ്ടായിരുന്നു. അവർ ഹെവി ഫേവറേറ്റ്സ് ഒക്കെ ആയിട്ടാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. സോക്രട്ടീസിൻ്റെ വല്ലാത്തൊരു മനുഷ്യനാണ് സോക്രട്ടീസ്. ആ സോക്രട്ടീസ് നയിച്ചിട്ടുണ്ടായിരുന്ന ബ്രസീലായിരുന്നു. പക്ഷേ പൗലോ റോസി എന്ന് പറയുന്ന ഒരു ചങ്ങായിയുടെ ഒരു കടന്നുവരവിൽ ആ വേൾഡ് കപ്പ് ബ്രസീലിൽ നഷ്ടമായി. പക്ഷേ അവരന്നും ആളുകളെ ത്രസിപ്പിക്കാൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ചുകൊണ്ട് 5 ലോകകപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ബ്രസീലിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അവർ 2002 ശേഷം ഇതുവരെ അവർക്കൊരു ലോക കിരീടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ആ ഹെക്സക്കായിട്ടുള്ള പോരാട്ടമാണ്. ആ ഹെക്സ ഇത്തവണ അവർക്ക് നേടാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. യെസ്, അതിന് ഉള്ള ഒരു ഉറ്റോത്തരം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അവരുടെ എല്ലാ പ്രതീക്ഷയും ഡോൺ കാർലോ എന്ന് പറയുന്ന 67 വയസ്സാകാൻ പോകുന്ന ആ ഇറ്റാലിയൻ കോച്ചിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഒരു വല്ലാത്തൊരു കോച്ചാണ്, അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കോച്ചാണ്. ആ ചങ്ങായിയുടെ തോളിലാണ് എല്ലാ പ്രതീക്ഷയും ഇരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ക്വാഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീക്ക്നെസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ക്വാഡ് തന്നെയാണ്. പക്ഷേ ഒന്ന്, കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കും. സൗത്ത് അമേരിക്കൻ ടീമുകൾക്ക് ഈ കണ്ടീഷനിൽ കളിച്ച് പരിചയമുള്ളതാണ്. 1994 അവസാനമായിട്ട് USA ഒരു വേൾഡ് കപ്പ് നടന്നപ്പോൾ വിജയിച്ചത് മറ്റാരും അല്ല, ബ്രസീൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. റോബർട്ടോ ബാജിയോയുടെ പെനാൽറ്റി മിസ് അതൊരു വല്ലാത്തൊരു ചിത്രമായിരുന്നു. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്റ്റസി ആയിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ USA മുമ്പ് നടന്നപ്പോൾ വിജയിച്ച ചരിത്രമുണ്ട്. സൗത്ത് അമേരിക്കൻ ടീമുകൾക്ക് ഈ കണ്ടീഷൻസുമായിട്ട് പൊരുത്തപ്പെട്ട് വല്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളാണെന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ ഡോൺ കാർലോയുടെ പ്രസൻസ്, പിന്നെ സാക്ഷാൽ നെയ്മർ ജൂനിയറിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും ഇത്. ആളുടെ ലാസ്റ്റ് ഡാൻസാണ്. ഈ ലാസ്റ്റ് ഡാൻസിന് ആൾ തയ്യാറെടുക്കുമ്പോൾ ആൾക്ക് വേണ്ടി കൂടി ആ കപ്പടിക്കാൻ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഒത്തുപിടിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം കേവലം ടെക്നിക്ക് കൊണ്ടോ ടാക്ടിക്സ് കൊണ്ടോ മാത്രം കപ്പടിക്കാൻ പറ്റുമെന്ന് കരുതണ്ട. അതിൽ ഒത്തൊരുമയും അതേപോലെ തന്നെ ആ വില്ലിങ്നെസ്സും അതേപോലെ തന്നെ സാക്രിഫൈസ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും വല്ലാത്ത രീതിയിലുള്ള ടീം സ്പിരിറ്റും ഒടുക്കത്തെ ഫാമിലി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡോൺ കാർലോയെ സംബന്ധിച്ചോളം അത്തരത്തിലുള്ള ആ ഇൻടാഞ്ചിബിൾസ് ഉണ്ട്, നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്റ്റാറ്റ്സുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. കേവലം നമ്മൾ ഈ പറയുന്ന പോലെ ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ചില സ്റ്റാറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഇമോഷൻസും അതേപോലെ തന്നെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും ഫാമിലിയായിട്ട് ഓരോരുത്തർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് മാറുന്നത് എന്നുള്ളത് ഓർക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ടീമിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബ്രസീലിനെ ആരും എഴുതിത്തള്ളണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് തുടങ്ങാൻ താല്പര്യമുള്ളത്.
കാരണം എന്ന് വെച്ചാൽ ആ സ്ക്വാഡിൽ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബ്രസീൽ ഇതിനു മുമ്പ് അവസാനമായിട്ട് വേൾഡ് കപ്പ് അടിക്കുന്ന സാഹചര്യത്തിൽ അവർ വന്നിട്ടുണ്ടായിരുന്നത് ഫേവറേറ്റ്സ് ആയിട്ടൊന്നും ആയിരുന്നില്ല. അവരുടെ അന്നത്തെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരന്തമായിരുന്നു. 6 മത്സരങ്ങളെങ്ങാനും ആ ഒരു സാഹചര്യത്തിലും അവർ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരും അവരെ ഫേവറേറ്റ്സുകളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. റൊണാൾഡോൻ്റെ നീക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് മാനേജറിയൽ ചേഞ്ചസ് ഒക്കെ ആ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഒടുവിലാണ് ഫെലിപ്പെ സ്കൊലാരി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് അർജൻറ്റീനയൊക്കെ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ളൊരു സൈഡായിരുന്നു. ഫ്രാൻസ് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. ബാക്ക് ടു ബാക്ക് കിരീടം സ്വന്തമാക്കാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണ് ഒടുവിൽ സംഭവിച്ചത്? ആ കൊറിയ ജപ്പാൻ വേൾഡ് കപ്പിൽ ബ്രസീൽ കിരീടത്തിൽ മുത്തമിടുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത്. പക്ഷേ അന്നത്തെ ആ സ്ക്വാഡിൽ വില്ലന്മാരുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട സംഭവമാണ്. അതായത് റൊണാൾഡോ നസാരിയോ എന്ന് പറയുന്ന ഫെനോമിനൻ ഉണ്ടായിരുന്നു. റിവാൾഡോ, റൊണാൾഡീനിയോ, റോബർട്ടോ കാർലോസ്, കാഫു, മാർക്കോസ്, ലൂസിയോ, ജിൽബർട്ടോ സിൽവ. അപ്പോൾ അതിലുള്ള സ്ക്വാഡിലും വില്ലന്മാരും വമ്പന്മാരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അങ്ങനത്തെ ഒരു സ്ക്വാഡുമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ സ്ക്വാഡിന് ഒരിക്കലും കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അവർ ശരിയാണ് ഫോമിലൊന്നല്ല വന്നിട്ടുണ്ടായിരുന്നത്. അവരിൽ ആർക്കും വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവിടെ എല്ലാത്തിനും കെൽപ്പുള്ള തരത്തിലുള്ള ചെങ്ങായിമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരത് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ 7 മത്സരങ്ങളും ജയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല വളരെ കുറച്ച് ഗോളുകൾ അവർ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എനിക്കൊന്ന് 3 ഗോളുകൾ മാത്രമേ അവർ ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവരുടെ ഈ വിങ് ബാക്കുകളുടെ പ്രകടനം എക്സ്പ്ലോസീവ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിനോമിനൻ റിവാൾഡോ കോമ്പിനേഷനൊക്കെ ഒരു രക്ഷയില്ലാതെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ 2002 അവർ ഫേവറേറ്റ്സുകളായിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ബ്രസീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ലോകകപ്പിലേക്ക് വരുമ്പോൾ അവരുടെ തലയിൽ പ്രഷർ ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ എന്താണ്, അവർ ബ്രസീൽ ആയതുകൊണ്ടാണത്. കാരണം അവർ വരുന്നത് വെറുതെ ടൂർ അടിക്കാനല്ലല്ലോ, വെറുതെ ഈ പങ്കെടുത്തിട്ട് പോകാനല്ലല്ലോ. അവർ വരുന്നത് അടിക്കാൻ തന്നെയാണ്, ആ ടൂർണമെൻറ്റ് അടിക്കാൻ തന്നെയാണ്, ആ കിരീടം സ്വന്തമാക്കാൻ തന്നെയാണ്. പക്ഷേ അതിന് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിലിങ്ങനെ കടന്നു പോകണം. അപ്പോൾ അതിനാണ് നമ്മൾ അനാലിസിസ് പരിപാടിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഈ അനാലിസിസ് പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബ്രസീലിൻ്റെ ചില റെക്കോർഡുകൾ, അതായത് അവർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ചില റെക്കോർഡുകളുണ്ട് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ. ഇത് 23ാമത്തെ എഡിഷനല്ലേ വേൾഡ് കപ്പിൻ്റെ. എല്ലാ വേൾഡ് കപ്പിലും കളിച്ച ഒരേ ഒരു രാജ്യം അത് ബ്രസീലാണെന്നുള്ള കാര്യം ഓർക്കണം. ഏറ്റവും കൂടുതൽ തവണ ഈ കിരീടത്തിൽ മുത്തമിട്ടുള്ള രാജ്യം അത് ബ്രസീലാണെന്നുള്ള കാര്യം ഓർക്കണം. ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ലോകകപ്പിൽ നേടിയിട്ടുള്ള രാജ്യം അത് ബ്രസീലാണെന്നുള്ള കാര്യം ഓർക്കണം. ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള രാജ്യവും ബ്രസീൽ തന്നെയാണ്. അപ്പോൾ ആണ് ഫുട്ബോൾ റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെയുള്ള ഇപ്പോഴത്തെ പ്ലെയേഴ്സിന് ഈ ഷർട്ടിൻ്റെ വാല്യൂ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും അതിനനുസരിച്ച് കളിക്കാൻ പറ്റും എന്നുള്ളതും അത് കണ്ടറിയേണ്ട തരത്തിലൊരു സംഭവം തന്നെയാണ്. എത്രത്തോളം അത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഷർട്ടാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഷർട്ടാണ്. ആ ഹെവി ആയിട്ടുള്ള ഷർട്ട് ധരിച്ചുകൊണ്ട് ആരാധകരുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിനുള്ള കെൽപ്പുള്ള എത്ര പേര് അതിലുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. എന്തായാലും ഡോൺ കാർലോ അവിടെ ഉള്ളത് പ്രതീക്ഷ കൂട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. ഇനി നമ്മൾ മെല്ലെ സ്ക്വാഡിലേക്ക് കടക്കാം. സ്ക്വാഡിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ക്വാഡ് അനൗൺസ്മെൻറ്റിനായിട്ട് ലോകം ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബ്രസീലിൻ്റെ. അതിനുള്ള കാരണം മറ്റൊന്നുമില്ല, നെയ്മർ ജൂനിയർ അതിലുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എവിടെയൊക്കെയാണ് ആളുകൾ ഉണ്ടായിരുന്നത്, എവിടെയൊക്കെയാണ് ആളുകൾ തിങ്ങിക്കൂടി നിറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് നെയ്മറിൻ്റെ പേരങ്ങട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഏത് രീതിയിലാണ് ആളുകൾ ആഘോഷിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു സ്റ്റാർ നെയിമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഐഡലാണ് നെയ്മർ ജൂനിയർ പലർക്കും എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ തന്നെ ഈ പുതിയ ജനറേഷനിൽ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ജോഗോ ബൊനീറ്റോ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധികം ആളുകളില്ല എന്നുള്ളത് ഓർക്കണം. കാരണം ഈ മോഡേൺ ഫുട്ബോളിൽ ആ രീതിയിൽ ഫ്ലെയർ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന വിങ്ങർമാരൊക്കെ കുറവാണ്. ഉണ്ട്, ആ ഉള്ളവരിൽ പലരും നെയ്മറിനെ വല്ലാത്ത രീതിയിൽ ആരാധിക്കുന്ന തരത്തിലുള്ള ആളുകളാണെന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ ലമീൻ യമാലും ഡെസീരി ഡുവൊക്കെ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു ജനറേഷനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് നെയ്മർ ജൂനിയർ. ആൾക്ക് ഫിസിക്കലി ഇപ്പോൾ പഴയ പോലെ പറ്റുമോ എന്നുള്ള ചോദ്യം അത് കാർലോ അഞ്ചലോട്ടിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒടുവിൽ ആൾ
നെയ്മറിനെ ഇതിന് മുമ്പ് വിളിച്ചിട്ടേ ഇല്ല, അതായത് സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ വേൾഡ് കപ്പിലേക്ക് ആളെ കൊണ്ടുവന്നു വെച്ചാൽ ആളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ അത് വല്ലാത്ത രീതിയിലുള്ളൊരു നോയ്സ് ഉണ്ടാക്കുമായിരുന്നു. മാത്രമല്ല ആ ആളുടെ പ്രസൻസ് ആ സ്ക്വാഡിൽ കൊടുക്കാൻ പോകുന്ന വല്ലാത്ത രീതിയിലൊരു മൊറാൽ ബൂസ്റ്റ് ഉണ്ട്. അതായത് ബ്രസീലിൻ്റെ എക്കാലത്തെയും ടോപ്പ് ഗോൾ സ്കോററാണ് നെയ്മർ ജൂനിയർ. ആ പ്രസൻസ് തന്നെ ടീമിനെ ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു സംഭവമായിരിക്കും എന്നുള്ളത് സംശയത്തെ കാര്യമാണ്. ഇനി എങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ആൾ ഫിറ്റായിരുന്നേ, ഇപ്പോഴും ഒരു ഇഞ്ചുറി ഉണ്ട്, ഫിറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് എത്ര മിനിറ്റ്സ് കൊടുക്കും, ഏത് രീതിയിലാണ് ആളെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. എനിവേ ആളുടെ പ്രസൻസ് തന്നെ ടീമിൻ്റെ മൊറാൽ ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ മാത്രമല്ല പ്രസൻസ് മാത്രമല്ല, കേവലം ഡ്രസ്സിംഗ് റൂമിൻ്റെ ഇൻഫ്ലുവൻസിന് മാത്രമല്ല ഗ്രൗണ്ടിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആളുടെ ചില സ്റ്റാറ്റ്സുകളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് ഈ 26 പേരുടെ ആ ഒരു ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ചില കോൺട്രവേഴ്ഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജോ ബട്ടറിനൊക്കെ ഒഴിവാക്കി അതൊക്കെ ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് സ്ക്വാഡിലേക്ക് കടക്കാം. സ്ക്വാഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് തന്നെ കീപ്പർമാരുടെ ലിസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ കീപ്പർമാരുടെ ലിസ്റ്റിൽ ആലിസൺ ബെക്കർ, അതേപോലെ തന്നെ എഡേഴ്സൺ, വെവർട്ടൺ, ഈ 3 പേരാണുള്ളത്. എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. കാരണം വെച്ചാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ഇവർക്കൊക്കെ അല്ലേ. എഡേഴ്സൺ നിലവിൽ തുർക്കിയിലാണ് കളിക്കുന്നത്, പക്ഷേ ആൾ പ്രീമിയർ ലീഗിലായിരുന്നു കുറേ കാലം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ നമ്പർ 1 കീപ്പറായിരുന്നു. ആലിസൺ ഇപ്പോഴും പ്രീമിയർ ലീഗിൽ തന്നെയാണുള്ളത്, ലിവർപൂളിൻ്റെ കീപ്പറാണ്. വെവർട്ടൺ പിന്നെ കളിക്കുന്നത് ഗ്രമിയോക്ക് വേണ്ടിയിട്ടാണ്, ബ്രസീലിയൻ ലീഗിലാണ്. 38-കാരനായിട്ടുള്ള ഗ്രമിയോയുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ആൾക്ക് മിനിറ്റ്സ് കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ മറ്റ് 2 കീപ്പർമാർക്ക് സംഭവിക്കേണ്ടതാണ്. ഇനി ഇതിലുള്ള ചോദ്യമുള്ളത് ആലിസൺ ആണോ എഡേഴ്സൺ ആണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് കാർലോ തീരുമാനിക്കട്ടെ. അതിപ്പോൾ ആലിസൺ ആണെങ്കിലും എഡേഴ്സൺ ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അതിൽ പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആലിസനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അത്ര നല്ലൊരു സീസണൊന്നും ആയിരുന്നില്ല ലിവർപൂളിൻ്റെ ഉപായത്തിൽ. കാരണം വെച്ചാൽ ഇഞ്ചുറീസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കീപ്പർമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വെച്ചെങ്കിൽ ഇവരുടെ ഒരു പ്രധാന ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ അഥവാ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അതിൽ ഇവന്മാർ ആരും അത്ര ഉസ്താദുമാരല്ല എന്നുള്ളതാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേൾഡ് കപ്പൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്താൻ ഒരുപാട് സാധ്യതയുള്ള മത്സരങ്ങൾ ഉണ്ടായിരിക്കും നോക്കൗട്ട് സ്റ്റേജിൽ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു അപ്പർ ഹാൻഡ് ബ്രസീലിന് ഉണ്ടാകാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു കീപ്പർ. നമുക്കറിയാം ആലിസൺ ബക്കറൊക്കെ ഫാൻറ്റാസ്റ്റിക് കീപ്പറാണ്, എഡേഴ്സണും കിഡിലും ബോൾ പ്ലേയിങ് കീപ്പറാണ്. ആളുടെ ചില ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ ഫാൻറ്റാസ്റ്റിക്കാണ്, നല്ല ഷോർട്ട് സ്റ്റോപ്പിംഗ് പരിപാടികളൊക്കെ ചെയ്യാറുള്ള ചങ്ങായി തന്നെയാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രസീലിൻ്റെ ആരാധകർക്ക് തന്നെ ഇവരിപ്പോൾ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കിടക്കുമ്പോൾ ഇവരിൽ ആര് കീപ്പറെ നിന്ന് കഴിഞ്ഞാലും ആ ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പോൾ അതൊരു സംഭവമാണ്. അല്ലാത്ത പക്ഷം ആലിസണൊക്കെ ഒരു രക്ഷയില്ലാത്ത കീപ്പറാണ് എന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതാണ് ആ ഒരു കീപ്പർ ഏരിയ. പിന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർലോ അഞ്ചലോട്ടി ചൂസ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ ബ്രസീലിയൻ സൈഡിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ഒരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുൾ ബാക്ക് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ആ ഫുൾ ബാക്ക് ഏരിയയിൽ തന്നെ തുടങ്ങാം അല്ലേ. ഫുൾ ബാക്ക് ഏരിയയിൽ അലക്സ് സാൻഡ്രോ, 35-കാരനായിട്ടുള്ള അലക്സ് സാൻഡ്രോ ആണ് ലെഫ്റ്റ് ബാക്ക് ഏരിയയിലുള്ള ഒരു ഓപ്ഷൻ. മറ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡഗ്ലസ് സാൻറ്റോസ് ആണ്, 32-കാരനായിട്ടുള്ള ഡഗ്ലസ് സാൻറ്റോസ്. ഈ 2 പേരാണ് ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻസായിട്ട്, പ്രൈമറി ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻസായിട്ട് കാർലോ അഞ്ചലോട്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ റൈറ്റ് ബാക്ക് ഓപ്ഷൻസിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ 34-കാരനായിട്ടുള്ള ഡനീലോ. ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു സമയത്തും ഡനീലോയും അലക്സാൻഡ്രോയൊക്കെ തന്നെയാണ് ബ്രസീലിൻ്റെ സ്ക്വാഡിലുള്ളത് എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഡാനിയിലോ അതേപോലെ തന്നെ വെസ്ലിയാണ് റൈറ്റ് ബാക്ക് ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫുൾ ബാക്ക് ഓപ്ഷൻസിനെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അലക്സാൻഡ്രോ ഫ്ലമിംഗോയുടെ പ്ലെയറാണ്. നമുക്കറിയാം ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈലി റേറ്റഡ് ആയിട്ടുള്ളൊരു ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു അലക്സാൻഡ്രോ. ശരിയായാലൊക്കെ കളിക്കുന്ന സാഹചര്യത്തിൽ ഭയങ്കര ഹൈലി റേറ്റഡ് ആയിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഡിക്ലൈൻ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ളൊരു അനാലിസിസാണ്. ആൾക്ക് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്ലറ്റിക് ഫിഗറാണ്. പിന്നെന്താ, കാർലോ അഞ്ചലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നമ്മൾ ഈ സ്ക്വാഡ് സെലക്ഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. എക്സ്പീരിയൻസിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം ചങ്ങായി കൊടുത്തിട്ടുണ്ട്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയ സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ചില യങ് പ്ലേയേഴ്സിന് ചങ്ങായി മിക്സ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കൂടുതൽ ഫോക്കസ് എക്സ്പീരിയൻസിൽ തന്നെയാണ് ചങ്ങായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അലക്സാൻഡ്രോ ഒരു സ്റ്റാർട്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ ബ്രസീലിനെ പോലെയുള്ളൊരു രാജ്യത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളല്ല. നമ്മൾ ആലോചിക്കേണ്ടത് ആരൊക്കെ ആയിരുന്നു ബ്രസീലിൻ്റെ ഫുൾ ബാക്ക് ഓപ്ഷൻസ് എന്നുള്ളതാണ് അല്ലേ. മാർസേലോ,
മാർസലോക്ക് എന്താണ് നമുക്കറിയാം, ഡിഫെൻസീവ്ലി ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാർസലോ അസാധ്യ ഫുൾ ബാക്കായിരുന്നു, നമുക്കറിയുന്നതാണ്. ആ ഒരു സമയത്ത് തന്നെ ഫെലിപ്പെ ലൂയിസ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വന്നു വിട്ടുപോയി. അല്ലെങ്കിൽ ഫെലിപ്പെ ലൂയിസ് ഇപ്പോൾ അസാധ്യ കോച്ചായിട്ട് പിന്നെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങയാണ്. ഫെലിപ്പെ ലൂയിസുള്ള ഒരു സമയം ആളൊരു ഫാന്റാസ്റ്റിക് ഫുൾ ബാക്കായിരുന്നു, ഒരു ടോപ്പ് ഫുൾ ബാക്ക് എന്ന രീതിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചങ്ങയാണ്. പക്ഷേ ആളിനെ കാര്യമായിട്ട് ബ്രസീൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാദം എനിക്ക് ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ റോബർട്ടോ കാർലോസും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. പിന്നെ ഖഫു ഉണ്ടായിരുന്ന ഫുൾ ബാക്ക് ഏരിയയിൽ, ഡാനി ആൽവസ് ഉണ്ടായിരുന്ന, അതേപോലെ തന്നെ ഈവൻ മൈക്കോൺ ഉണ്ടായിരുന്ന, അതായത് ഇപ്പോൾ കഫുവിൻ്റെ ഒന്നും ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളല്ല. പക്ഷേ സ്റ്റിൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ ആയിരുന്നു ഈ ബ്രസീൽ ഉണ്ടായിരുന്നു ഫുൾ ബാക്ക് ഏരിയയിൽ. മാത്രമല്ല നമ്മൾ പുറകിലേക്ക് പോയി കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ മിൽട്ടൺ സാന്റോസ്, ജാൽമ സാന്റോസ്, അതേപോലെ തന്നെ കാർലോസ് ആൽബർട്ടോ ടോറസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടോപ്പ് ക്വാളിറ്റി ഫുൾ ബാക്കുകളാണ്. അതായത് ബ്രസീലിൻ്റെ ഫുട്ബോളിൽ അവരുടെ ശൈലിയിൽ ഈ ഫുൾ ബാക്കുകൾക്ക് അല്ലെങ്കിൽ അവരെ വിങ് ബാക്കുകളായിട്ട് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ വളരെ വലിയ പ്രാധാന്യം അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ അറ്റാക്കിംഗ് ഫുട്ബോളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകളായിരുന്നു ഈ ഫുൾ ബാക്കുകൾ എന്നൊക്കെ പറഞ്ഞു വെച്ചെങ്കിൽ, അല്ലെങ്കിൽ വിങ് ബാക്കുകൾ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അതിൽ കാര്യമായിട്ടുള്ള റിഗ്രസ് നമ്മൾ ബ്രസീലിൽ സംഭവിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു സക്സസ് ഇല്ലായ്മയെ വേൾഡ് കപ്പിൽ അത് വേണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് കൂട്ടിക്കെട്ടി സംസാരിക്കാമെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. അതിലാണ് അവർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ റൈറ്റ് ബാക്ക് ഓപ്ഷൻസ് വെസ്ലി ഗുഡ് ഓപ്ഷൻ തന്നെയാണ്. നല്ലൊരു സീസണായിരുന്നു റോമയിൽ ചെങ്ങായിക്ക് ഉണ്ടായിരുന്നത്, ഗുഡ് ഓപ്ഷനാണ്. ആളിനെ വിങ് ബാക്കായിട്ടാണ് ഗാസ്പെരിനി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും. ആളുടെ ഒരു 3 at the back സിസ്റ്റം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈയിങ് വിങ് ബാക്ക് എന്ന രീതിയിൽ അറ്റാക്കിങ് എനിക്കൊന്ന് 5 ഗോളുകൾ എങ്ങാനും ചെങ്ങായി ശരിയായി അടിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റോജർ ഇബാനസ് സെൻറ്റർ ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റുന്ന ചെങ്ങായാണ്. അപ്പോൾ മിലിറ്റാവൊക്കെ ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിലാണ് റോജർ ഇബാനസിനെ കൊണ്ടുവരുന്നത്. ആൾ സൗദിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുടെ പീക്ക് സമയത്താണ് ആളിപ്പോൾ സൗദിയിൽ ഉള്ളത്. പക്ഷേ കാർലോ അഞ്ചലോട്ടി ആൾക്ക് അവസരം കൊടുക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആളിനെയും വേണമെങ്കിൽ റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ ഡാനിലോ ഒക്കെ നമുക്കറിയാം, ആൾ പിന്നെ ഇൻട്രസ്റ്റിംഗ് ഫുട്ബോളറാണ്, പിന്നെ കഴിവുള്ള തരത്തിലുള്ള ചങ്ങായിയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഡിക്ലൈൻ ആളുടെ ഗെയിമിൽ സംഭവിച്ചു. കാരണം ഫുൾ ബാക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അല്ലാതെ ബാക്കിയുള്ള ഏരിയയിലുള്ള പോലെ എന്താണ് ഈ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന തരത്തിലൊരു ഏരിയയാണ്. കാരണം അത്രയും അത്ലറ്റിക് ആകേണ്ടി വരും, അല്ലേ? ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ പരിപാടികൾ ചെയ്യേണ്ടി വരും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ കാർലോ അഞ്ചലോട്ടി ഇവരുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യാമെന്നുള്ളത് തന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ ഫുൾ ബാക്ക് ഏരിയയിലുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ, സെൻറ്റർ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോജർ ഇബാനസ് ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ മെയിൻ ചോയ്സുകൾ ആരാണ്? ഇപ്പം മിലിറ്റ ഒരു മേജർ മിസ്സാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? മേജർ മിസ്സാണ്. പിന്നെ ഉള്ളത് ഗബ്രിയേൽ മഗാലസും അതേപോലെ തന്നെ മാർക്കീന്യൂസും. തിയാഗോ സിൽവ എന്ന് പറയുന്ന 41-കാരൻ മികച്ച രീതിയിലുള്ള പ്രകടനം പോർട്ടോക്ക് വേണ്ടിയിട്ടൊക്കെ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു, അല്ലേ? അതായത് ആൾ ചെൽസിയിൽ നിന്ന് പോകുന്നു, എന്നിട്ട് നേരെ ബ്രസീലിലേക്ക് പോകുന്നു, ബ്രസീലിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു, വീണ്ടും യൂറോപ്പിലേക്ക് വരുന്നു, വീണ്ടും താൻ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയായിട്ട് ചങ്ങായി വരികയാണ്, പോർട്ടോയിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. ഒരു പക്ഷേ വേണമെങ്കിൽ ഈ സ്കോഡിൽ ആളെയും ഉൾപ്പെടുത്താമായിരുന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം വെച്ചാൽ അത്തരത്തിലുള്ള വിന്നിങ് മെൻറ്റാലിറ്റിയുള്ള ചങ്ങയാണ്, ഇമോഷണൽ ആയിട്ടുള്ള ചങ്ങയാണ്. ബ്രസീൽ അത്തരത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളാണ്, ഫുട്ബോളിനെ അത്തരത്തിൽ ഇമോഷണലായിട്ട് കാണുന്നവരാണ്. അതിൽ മെയിൻ ആളാണ് ഈ തിയാഗോ സിൽവ. അപ്പോൾ വേണമെങ്കിൽ ആളെയും ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അഗെയിൻ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചെങ്കിൽ ഗബ്രിയേൽ മഗാലസും മാർക്കീന്യോസും ആസ് എ കോമ്പിനേഷൻ അവർ നല്ല രീതിയിൽ കളിക്കേണ്ട ഒരു സാഹചര്യമാണ്. അവരുടെ മുന്നിൽ വലിയൊരു ദൗത്യമുണ്ട്. ഇപ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ സീസൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഗബ്രിയേൽ മഗാലസ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് എത്തുന്നു, ഫൈനലിൽ വലിയൊരു ആഘാതം നേരിടുന്നു. അതായത് ആ ഒരു ഇൻക്രെഡിബിൾ പെർഫോമൻസാണ് കാഴ്ചത്. അതാണ് ഫുട്ബോൾ എത്രത്തോളം ക്രൂവലാണെന്നുള്ളത്. ഞാൻ ആർസണലിൻ്റെ ഒരു റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഫുട്ബോൾ ഭയങ്കര ക്രൂവലാണ് ചില സാഹചര്യങ്ങളിൽ. കിഡിലും പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ആ ഫസ്റ്റ് ഹാഫിലുള്ള ആ ഫൈനലിലെ ഗബ്രിയേലിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ബ്ലോക്കുകൾ സംഭവങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു. ത്രൂ ഔട്ട് ദ സീസൺ ആർസണലിന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ള ആളാണ്. സെറ്റ് പീസിലൊരു മേജർ ത്രെട്ടാണ്. 2 ബോക്സിലും, അതായത് ഡിഫെൻഡ് ചെയ്യാനും മിടുക്കനാണ്, അറ്റാക്കിലും മിടുക്കനാണ്. സെറ്റ് പീസിൽ ആൾ ഗോൾ അടിക്കുന്നതിൽ ഉസ്താദാണ് നമുക്കറിയുന്നത്. പക്ഷേ ഫൈനലിൽ ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവസാനത്തെ കിക്ക് ആൾ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അതോടുകൂടിയിട്ട് എന്താണ് അതൊരു വല്ലാത്തൊരു വേദനയായി. പക്ഷേ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആർസണലിൻ്റെ ആരാധകർ വല്ലാത്ത സപ്പോർട്ട് ചങ്ങായി കൊടുക്കുന്നു. ഒരുപാട് ചെങ്ങായുടെ ഷർട്ടുകൾ പിന്നീട് സെല്ല് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നതാണ്. ആ ഒരു സപ്പോർട്ടാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഗബ്രിയേലിൻ്റെ ഇമ്പാക്റ്റിനെ അവർക്കറിയാം. കാരണം 22 വർഷങ്ങൾക്ക് ശേഷം ആർസണൽ ടൈറ്റിൽ അടിക്കുന്നതിൽ അവരുടെ ഡിഫൻസ് വഹിച്ചിട്ടുള്ള പങ്ക് അത് വളരെ വലുതാണ്. അതിൽ ഗബ്രിയേൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അത് ആർസണലിൻ്റെ ആരാധകർ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇനി ഈ ഗബ്രിയേലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഇതിപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൻ്റെ ആ ഒരു സംഭവം പിറ്റേ ദിവസം അവർ പരേഡും കാര്യങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ ഒബ്വിയസ്ലി
ബ്രസീലിൻ്റെ കുപ്പായം ധരിച്ചുകൊണ്ട് വേൾഡ് കപ്പിൽ പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ അത് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കുന്നതിനേക്കാൾ വലിയ സംഭവമാണ്. ഞാൻ വെറുതെ പറയുന്നൊരു കാര്യമല്ല. അതായത് ഇത് എന്താ പറയുക, ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യമല്ല. ഇത് അത്രയും അതിൻ്റെ വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. അതിപ്പോൾ ബ്രസീലിന് വേണ്ടി കളിക്കുന്നത്, അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഹ്യൂജാണ് ആരാധകരുടെ. ഭയങ്കര എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അതിനനുസരിച്ച് കളിക്കണം. അപ്പോൾ ഗബ്രിയേൽ നല്ല ഫോമിലാണ് വരുന്നത്. യെസ്, ആ ഒരു മിസ്സിൻ്റെ ഒരു സാധനം അതിപ്പോൾ പെനാൽറ്റി ഷൂട്ടറിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അതിന് മനസ്സിലുണ്ടാകും. പക്ഷേ ബ്രസീലിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല കാർലോ അൻചെലോട്ടി ആൾക്ക് ആ കിക്ക് കൊടുക്കും എന്നുള്ളത്. ഇനി അഥവാ പെനാൽറ്റി ഷൂട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ പോലെ സഡൻ ഡെത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് കിക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് അവിടെയാണ് മെൻറ്റാലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുക വീണ്ടും. പിന്നെ മാർക്കിന്യോസിൻ്റെ ഗെയിമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലൊരു ചങ്ങായാണ്. പക്ഷേ എന്താണ് 32-കാരനായിട്ടുള്ള മാർക്കിന്യോസ് ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടമൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. ലൂയിസ് എൻറിക്കയുടെ കീഴിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ സംഭവിച്ചിട്ടുണ്ട്. മുമ്പാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ ആൾ ഭയങ്കര എറാറ്റിക് ആയിട്ടുള്ള ഒരു ഡിഫൻഡറാണെന്നുള്ളത്. ആളുടെ ഗെയിമിൽ എറർ സംഭവിക്കാറുണ്ട്. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലും എറർ സംഭവിച്ചു. പക്ഷേ മെൻറ്റാലിറ്റി വൈസ് ആൾ വേറെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതേ മത്സരത്തിൽ തന്നെ മികച്ചതിലുള്ള പ്രകടനം പിന്നീട് കാഴ്ചവെക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മാർക്കിന്യോസ് മെൻ്റലി കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുടെ ഗെയിമിൽ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫക്കപ്പുകൾ സംഭവിക്കാറുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അഗെയിൻ ക്ലബ്ബിൽ കളിക്കുന്ന പോലെയല്ല ബ്രസീലിന് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര നല്ല ഫോമിലാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഈ കുപ്പായത്തിൽ കളിക്കാൻ കുറച്ച് ഇടങ്ങറാണ്. അത് ഈ മാർക്കിന്യോസിന് സാധിക്കുക എന്നുള്ളതാണ്. പക്ഷേ 104 മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. ബ്രസീലിൻ്റെ കപ്പിത്താനാണ്. കാർലോ അൻചെലോട്ടി ആ ക്യാപ്റ്റൻ സാമ്പാൻഡ് കൊടുത്തിരിക്കുന്ന മാർക്കിന്യോസിനാണ്. PSG ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലേക്ക് നയിച്ചിട്ടുള്ള അവരുടെ കപ്പിത്താനാണ്. അപ്പോൾ മാർക്കിന്യോസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലബ് ലെവലിലാണെങ്കിലും. അപ്പോൾ അത് ഇൻ്റർനാഷണൽ രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധ്യതകൾ കൂടുകയാണ്. കാരണം ഡിഫൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർലോ അൻചെലോട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിഫൻസാണ് നമുക്ക് ടൈറ്റിലുകൾ നേടിത്തരിക എന്നുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമാണ് 2010 സ്പാനിഷ് സൈഡ്. അത് ഭയങ്കര എന്താ പറയുക, ഡെൽബോസ്കയുടെ സൈഡ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മറ്റേ ടിക്കിട്ടാക്ക സാധനമൊക്കെ കളിച്ചിട്ട് ഒരുപാട് ഗോളുകൾ അടിച്ച് കൂട്ടുന്ന ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന സൈഡാണ്. ഇല്ല, അവർ 2 അക്കം പോലും കടന്നിട്ടുണ്ടായിരുന്നില്ല ഗോളുകളുടെ എണ്ണത്തിൽ, അവരടിച്ച ഗോളുകളുടെ എണ്ണത്തിൽ. പക്ഷേ അവർ വളരെ തുച്ഛമായിട്ടുള്ള ഗോളുകൾ മാത്രം കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണ് അവർ ആ വേൾഡ് കപ്പ് അടിക്കുന്നത്. അവരുടെ ഡിഫൻസാണ് അവർക്ക് ആ വേൾഡ് കപ്പ് നേടിക്കൊടുത്തെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അവരുടെ ഡിഫൻസിൻ്റെ രീതി ബോൾ കീപ്പ് ചെയ്തിട്ടുള്ളൊരു ഡിഫെൻഡിങ് ആയിരുന്നു. വേറെ രീതിയിലാണ് പൊസഷൻ കീപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ശൈലിയായിരുന്നു. അപ്പോൾ ഇവിടെ കാർലോ അൻചെലോട്ടിക്ക് നന്നായിട്ട് അറിയുന്നത് തന്നെയാണ്. നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. നന്നായി ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ടല്ലോ. പക്ഷേ ആ രീതി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ രീതിയിൽ ഇതായിരിക്കും മെയിൻ ചോയ്സുകൾ. മാർക്കിന്യോസ്, ഗബ്രിയേൽ. പിന്നെയുള്ള ചോയ്സുകൾ ബ്രെമർ ഒരു സോളിഡ് ഡിഫൻഡറാണ്, 29-കാരൻ. പിന്നെ ഇറ്റാലിയൻ സെരിയയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ ഏരിയയിലും സൗണ്ടാണ്, ഫിസിക്കലായിട്ടുള്ള ഒരു ചങ്ങയാണ്. ഡ്യുവൽ നല്ല രീതിയിൽ വിൻ ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങയാണ്. പക്ഷേ കൂടുതലും ആൾ കളിക്കാറുണ്ടായിരുന്നത് ആ 3 അറ്റ് ദ ബാക്കിൽ ആ ഒരു സെൻറ്ററിലായിട്ടാണ്. ആ രീതിയിലുള്ളൊരു ചങ്ങയാണ്. പക്ഷേ അഗെയിൻ ഗുഡ് സോളിഡ് സെൻറ്റർ ബാക്കാണ് ബ്രെമർ എന്നുള്ള കാര്യം ഓർക്കണം. ഈ ഡാനിയിലൊക്കെ സെൻറ്റർ ബാക്കായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അല്ലേ. പിന്നെ നമ്മൾ ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം പറയാൻ വിട്ടിട്ടുള്ളൊരു പേരുണ്ട്, ഡഗ്ലസ് സാന്റോസ്. അതായത് നമ്മൾ അലക്സാൻഡ്രോയുടെ പേര് മാത്രം പറഞ്ഞ് നിർത്തി. ഡഗ്ലസ് സാന്റോസ് ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻ ബ്രസീലിൻ്റെ മിക്കവാറും കാർലോ അൻചെലോട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ചെങ്ങനെ ആയിരിക്കും ആ ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളത് പിന്നെ ഡഗ്ലസ് സാന്റോസ് ലെഫ്റ്റ് ബാക്കിൽ, റൈറ്റ് ബാക്കിൽ ബെസ്റ്റ് ഇതായിരിക്കും. പക്ഷേ ആൾ ഇനിയിപ്പോൾ ഒരിടത്തെങ്കിലും കൂടുതൽ എക്സ്പീരിയൻസ് വേണമെന്നുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ, അതായത് ബ്രസീലിൻ്റെ എക്സ്പീരിയൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലബ് ലെവലൊക്കെ ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഡഗ്ലസ് സാന്റോസിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ 2016 ആ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ 15 ഒളിമ്പിക് ഗോൾഡ് മെഡൽ ബ്രസീൽ നേടുമ്പോൾ അവിടെ ലെഫ്റ്റ് ബാക്കായിട്ട് ഈ ചെങ്ങായി ഉണ്ടായിരുന്നേ. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ. അതേപോലെ തന്നെ ആളിപ്പോൾ ജെനിത്തിലായിട്ട്, അതായത് റഷ്യൻ ക്ലബ്ബായിട്ടുള്ള ജെനിത്തിലായിട്ട് എനിക്കൊന്ന് 7 കൊല്ലമായി. അതിനിടയിൽ ആൾ സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. അത് ഉഡിനേസിലും ഗ്രനഡയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ ജെനിത്തിൽ ആളങ്ങോട്ട് സെറ്റാവുമായിരുന്നു. മാത്രമല്ല 13 വർഷമായി യൂറോപ്പിൽ തൻ്റെ കരിയറായിട്ട്. ഒക്ടോബർ 2024 ചെങ്ങായി എന്തെന്ന് വെച്ചാൽ ചെങ്ങായി പോയിട്ട് റഷ്യൻ സിറ്റിസൺഷിപ്പ് എടുത്തു. അത് ബ്രസീലിലാണെങ്കിൽ കോളോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, എന്നാൽ പിന്നെ റഷ്യക്ക് വേണ്ടി കളിക്കാമെന്നുള്ള തീരുമാനമെടുത്തു. മാത്രമല്ല 2025 മാർച്ചിൽ ചെങ്ങനെ റഷ്യക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്ലിയിൽ അവർ വിളിക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ ബ്രസീലും ചെങ്ങനെ വിളിച്ചു. ബ്രസീലിന് ഈ പറഞ്ഞ പോലെ അവരിങ്ങനെ തപ്പി നടക്കുകയാണല്ലോ ഒരു നല്ലൊരു ഫുൾ ബാക്കിനായിട്ട്. അങ്ങനെയാണ് മനസ്സിലായത് ഇങ്ങനെ ചെങ്ങായി അവിടെ ഉണ്ട്, റഷ്യയിലുണ്ട് എന്നുള്ളത്. അങ്ങനെ പോയിട്ട് ചെങ്ങായി വിളിക്കുകയാണ്. അപ്പോൾ പിന്നെ ആൾ
എന്ത് ചെയ്തു, മെല്ലെ റഷ്യൻ സിറ്റിസൺഷിപ്പ് ഒഴിവാക്കുന്നു, എന്നിട്ട് തിരിച്ച് ബ്രസീലിലേക്ക് വരികയാണ്. കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ ചങ്ങായി, ഇപ്പോൾ വേൾഡ് കപ്പ് കളിക്കാൻ പോവാണ്, എന്താ വേണ്ടത്. അപ്പോൾ നല്ലൊരു തീരുമാനം ചങ്ങായി എടുത്തു ഒടുവിൽ എന്നുള്ളത് ഓർക്കേണ്ടതായിട്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഡഗ്ലസ് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകൾക്ക് ശേഷം ആളൊരു മത്സരം കളിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് വീണ്ടും ടീമിലേക്ക് ഇടം പിടിച്ചുള്ളത്. പക്ഷേ മിക്കവാറും ചിലപ്പോൾ ബ്രസീലിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയിലാണ് ഇപ്പോൾ ചങ്ങായി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രസീലിൻ്റെ ഡിഫൻസ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അത്ര ടോപ്പ് ക്വാളിറ്റിയാണെന്ന് വെച്ചാൽ സെൻറ്റർ ബാക്കിൽ ഇപ്പോൾ ഗബ്രിയൽ മാർക്കിനിയോസ് ആ ഒരു കോമ്പിനേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നല്ലൊരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ഫോമും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. ഫുൾ ബാക്ക് ഏരിയയിലാണ് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നത്. പക്ഷേ അതിൽ തന്നെ വെസ്ലിയും ഡഗ്ലസ് സാന്റോസും ഗുഡ് പ്ലേയേഴ്സ് തന്നെയാണ്. പിന്നെ എക്സ്പീരിയൻസിൽ മറ്റവരുണ്ട്. ഇപ്പോൾ റോജർ ഇബാനസിനും അതേ രീതിയിൽ കവറൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർക്കേണ്ടതാണ്. അപ്പോൾ അതാണ് അവരുടെ ഡിഫൻസ്. ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ വെച്ചാൽ അതായത് സെൻറ്റർ മിഡ്ഫീൽഡ് ഓപ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചാൽ കസമീറോയും എന്താണ് 18 മാസങ്ങൾക്ക് ശേഷമാണ് ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് ആൾക്കൊരു വിളി കിട്ടുന്നത്. കാർലോ അൻചെലോട്ടി മാനേജറായതിനു ശേഷമാണ് ആ ഒരു വിളി അവർക്ക് കിട്ടുന്നത്. കാർലോ അൻചെലോട്ടി മാനേജർ ആവേണ്ടി വന്നു കസമീറോനെ തിരിച്ച് ടീമിലേക്ക് ഉൾപ്പെടുത്താനായിട്ട്. കസയെ സംബന്ധിച്ചിടത്തോളം നല്ല ഫോമിലാണ് വേൾഡ് കപ്പിലേക്ക് വരുന്നത്. 34 വയസ്സിൻ്റെ ചങ്ങായിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ഇറങ്ങി. പക്ഷേ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർക്ക് ഈ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനിലൊക്കെ മികച്ച രീതിയിലുള്ള പങ്ക് ആൾക്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആളുടെ ആ ഒരു എക്സ്പീരിയൻസും ആളുടെ മെൻറ്റാലിറ്റിയും പാഷനും ഒക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ ഒരു വർഷം കൂടി അവിടെ നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ പാട്ടുകൾ ചാൻറ്റുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അമ്മാതിരി പ്രകടനമായിരുന്നു അവരുടെ സീസണിൽ ചങ്ങായി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളിറങ്ങി, കാരണം നല്ല രീതിയിൽ ഇറങ്ങി അവിടെ നിന്ന്. കഴിഞ്ഞ സീസണിൽ ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്ര നല്ല രീതിയിലാകുമായിരുന്നില്ല. കാരണം ആ രീതിയിലുള്ള ക്രിറ്റിസിസം ഒക്കെ നേരിടുന്നുണ്ടായിരുന്നു കസമീറോ. പക്ഷേ കസമീറോടെ വന്നിട്ട് ട്രോഫികളൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ്. അത്തരത്തിലൊരു വിന്നറാണ് കസമീറോ. അപ്പോൾ കാർലോ അൻചെലോട്ടിക്ക് ഇങ്ങനത്തെ ചങ്ങായിമാർ ഇഷ്ടമാണ്. അപ്പോൾ കസയ്ക്കൊക്കെ കുറച്ചുകൂടെ ആ ഒരു കംഫർട്ടബിളായിരിക്കും കാർലോയുടെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ. കാർലോ അത്തരത്തിലൊരു മനുഷ്യനാണ്, ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ കസമീറോയ്ക്ക് ഈ പറഞ്ഞ പോലെ പഴയ ലെഗ്സ് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് സംഭവമാണ്. ഇംഗ്ലണ്ടിൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നത് ആഴ്ചയിലൊരു ഗെയിമായിരുന്നു, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഗെയിമായിരുന്നു. അത്തരത്തിലായിരുന്നു യുണൈറ്റഡിൻ്റെ സ്ഥിതി ഉണ്ടായിരുന്നത്. അപ്പോഴാണ് കൂടുതൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിച്ചത്. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. ചട്ടപ്പെട്ട ഏതും ഗെയിമുകളിൽ വരും. അപ്പോൾ അത് കസമീറോയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ ബാക്കി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കസമീറോയും ബ്രൂണോജിയാണ് ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ കാർലോ അൻചെലോട്ടിയുടെ കീഴിൽ കളിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ബ്രൂണോജി സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറയുന്നുണ്ടായിരുന്നു, ടീറ്റെ മാനേജറായിരിക്കുന്ന സാഹചര്യത്തിൽ ആൾ കസമീറോ ബ്രൂണോജി കോമ്പിനേഷൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ അന്നേ അത് ബ്രസീലിന് ഗുണമായിരുന്നേനെ. പക്ഷേ ഇത് കുറച്ചുകൂടെ ലേറ്റായിപ്പോയി ഇപ്പോൾ ഈ കോമ്പിനേഷനിലേക്ക് അവരെത്താൻ. ഞാൻ അന്ന് പറയുന്നുണ്ടായിരുന്നു, ആ വീഡിയോകളൊക്കെ കണ്ട ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ കസേ ബ്രൂണോജി കോമ്പിനേഷനിൽ അത്ര പഴയ ഒരു വിശ്വാസം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണ്. എനിക്ക് ബ്രൂണോജിനെ ഭയങ്കര ഇഷ്ടമാണ്, കസമീറോ തന്നെ ഇഷ്ടമാണ്. പക്ഷേ കാർലോ അൻചെലോട്ടി നിലവിൽ യൂസ് ചെയ്യുന്ന ആ 4-2-4 ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 4 അറ്റാക്കേഴ്സിന് വെച്ചുള്ള പരിപാടി, അത് 4-2-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് 4-2-1-3 എന്ന രീതിയിലേക്ക് മാറും. അതായത് 4-2-3-1 ആ ഒരു യൂഷ്വൽ ഫോർമേഷനിലേക്ക് മാറും സംഭവം ഗ്രൗണ്ടിലേക്ക് വരുന്ന സാഹചര്യത്തിൽ. പക്ഷേ സ്റ്റിൽ അതിൽ 4 അറ്റാക്കേഴ്സ് ആയിരിക്കും. അതാണ് വ്യത്യാസം. ഒരു നാച്ചുറൽ 10 എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡറോ ആയിരിക്കില്ലല്ലോ കളിക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 4-2-4 ഫോർമേഷൻ ആണെങ്കിൽ അതിൽ ഇവർ 2 പേരും മാത്രമാണ് മിഡ്ഫീൽഡെങ്കിൽ അത് ബ്രസീലിന് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ കാർലോ അൻചെലോട്ടിയുടെ കീഴിൽ അവർ കളിച്ചിട്ടുള്ള മത്സരങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 10-11 മത്സരങ്ങൾ അവർ കളിച്ചു. 6 വിജയങ്ങളുണ്ട്, 3 മത്സരങ്ങൾ പരാജയപ്പെട്ട മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൊളീവിയക്കെതിരെയായിരുന്നു. അത് ലാപാസിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് നടന്നുള്ള മത്സരമാണ്. ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാളിഫിക്കേഷൻ പോലും ഇടങ്ങറുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഡൊരിവാൾ ജൂനിയറൊക്കെ മാനേജറായിരിക്കുന്ന സാഹചര്യം ഓർക്കണം. അത്തരത്തിലൊരു ഡിസാസ്റ്റർ ക്യാമ്പയിൻ ആയിരുന്നു ക്വാളിഫിക്കേഷനിൽ ബ്രസീലിനുണ്ടായിരുന്നു. 6 മത്സരങ്ങൾ അവർ പരാജയപ്പെടുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ ഒരു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ മത്സരം ഹോമിൽ പരാജയപ്പെടുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു. 5th ആണ് അവർ ഫിനിഷ് ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ ഇതിൽ ടേബിളിൽ. അത് ഈ കോൺമെബോളിൽ നിന്നുള്ള ക്വാളിഫിക്കേഷൻ കുറേ കൂടി ഈസിയറായി ഈ ഒരു ടീമുകളുടെ എണ്ണം കൂടിയതുകൊണ്ട്. അല്ലെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 5th ഫിനിഷ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മറ്റേ പ്ലേ ഓഫ് കളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ളൊരു ഡിസാസ്ട്രസ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനായിരുന്നു. അർജന്റീനയ്ക്കെതിരായിട്ടുള്ള ഒരു ഭയങ്കര ഹ്യൂമിലിയേഷൻ പരാജയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവിടെയാണ് കാർലോ അൻചെലോട്ടിയുടെ കടന്നുവരവ്. അപ്പോൾ എന്തായാലും കാർലോ അൻചെലോട്ടിയുടെ കീഴിലുള്ള പരാജയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബൊളീവിയക്കെതിരെ ഫ്രണ്ട്ലികളിൽ അപ്പോൾ ഫ്രാൻസിനെതിരെയുള്ള റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ലി പരാജയം 2 മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ ജപ്പാനെതിരെയുള്ള പരാജയം. അപ്പോൾ ഇതിൽ തന്നെ പക്ഷേ അതിലൊക്കെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഫ്രണ്ട്ലീസിലെ
പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ടെസ്റ്റ് ചെയ്യാനുള്ള പലതും എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ്. ഫ്രാൻസിനെതിരെയുള്ള പരാജയത്തിൽ ഈ പറഞ്ഞ പോലെ 10 പേരെ ചുറ്റൊക്കെ ആയിരുന്നു, 10 പേർക്കെതിരെയായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിന് സെക്കൻഡ് ഹാഫിൽ തന്നെ തുടക്കത്തിൽ തന്നെ റെഡൊക്കെ കിട്ടിയിരുന്നു, ഉപമാക്കാനൊക്കെ റെഡൊക്കെ കിട്ടിയിരുന്നു, ഓർമ്മ ഉണ്ടാവില്ല ആ മത്സരം. പക്ഷേ എന്നിട്ടും അവർക്ക് പൊസഷൻ കാര്യമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ മത്സരം അവർ പരാജയപ്പെട്ടു, ഫ്രാൻസ് ജയിച്ചു ആ മത്സരം. 10 പേരെ വെച്ചിട്ടും അവർ ഗോളടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് ഫ്രാൻസാണ്, അവർ കുറേ കൂടി സുപ്പീരിയർ സൈഡാണെന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു. പക്ഷേ ആക്ച്വൽ ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോൾ മൈൻഡ് സെറ്റ് മാറണം, ബിഗ് പ്ലേയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്യണം. ഇപ്പോൾ പനാമയ്ക്കെതിരെ നടന്ന റീസെൻറ്റ് മത്സരത്തിൽ 2 ഹാഫിൽ 2 ടീമുകളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള പ്ലേയേഴ്സാണ് കൂടുതൽ എനർജിയും കൂടുതൽ ബെറ്ററായിട്ടും കളിച്ച പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ സംബന്ധിച്ചോളം ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. കാരണം അത്തരത്തിൽ അഗ്രഗണ്യനായിട്ടുള്ളൊരു കോച്ചാണ് ഡോൺ കാർലോ. ഞാൻ വീണ്ടും പറയുകയാണ്, ബ്രസീലിലെ പ്രതീക്ഷകൾ ഫുള്ള് ഇരിക്കുന്നത് ഡോൺ കാർലോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലയിൽ തന്നെയാണ്. കാരണം വെച്ചാൽ പ്രധാനമായിട്ടും വിനി ജൂനിയർ സ്റ്റെപ്പപ്പ് ചെയ്യണം. വിനി ജൂനിയർ ബ്രസീലിലൊരു മെയിൻ ആയുധമാണ്. നമ്മൾ നെയ്മർ ജൂനിയറുടെ പേര് പറയുന്നു, അതേപോലെ തന്നെ വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ പീക്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോളും കളിച്ചിട്ടുള്ളത് കാർലോ അൻചെലോട്ടിയുടെ കീഴിലാണ്, റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ സാധ്യതകൾ കൂടുകയാണ്. വിനിയെ സംബന്ധിച്ചോളം ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബ്രസീലിൻ്റെ കുപ്പായത്തിൽ മികച്ച രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ കാർലോ അൻചെലോട്ടി ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരുടെയും ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിനുള്ള ആംപിയർ ഇവർക്കൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി അറിയണം. അതിനുള്ള അവസരം അതൊക്കെ തുടങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ എന്തായാലും ഈ പറഞ്ഞു വരുന്നത്, ആ മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മെൻ മിഡ്ഫീൽഡുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ, അതായത് ഈ 2 മെൻ മിഡ്ഫീൽഡുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ബ്രസീലിന് പണിയാകാൻ സാധ്യതയുണ്ട്. മത്സരങ്ങൾ കൺട്രോൾ കിട്ടാത്ത സാഹചര്യങ്ങൾ വരും. അവർ പൊസിഷൻ കുറഞ്ഞ് കളിക്കാൻ റെഡിയാണ്. ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരെയുള്ള ജയം, അതിലൊക്കെ പൊസിഷൻ അവർക്ക് കുറവായിരുന്നു. ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിലും പൊസിഷൻ കുറവായിരുന്നു. അപ്പോൾ പൊസിഷൻ ഇല്ലാണ്ട് കളിക്കാൻ അവർക്കറിയാം. കാരണം കൂടുതലും ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അവിടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് ആ രീതിയിലുള്ള ഒരു സമ്പാദിക്കും കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷെ എന്നാൽ പോലും ആ മിഡ്ഫീൽഡ് വൾണറബിൾ ആകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് സംസാരിക്കാം, അതിലേക്ക് നമുക്ക് വരാം. കാരണം അതിൻ്റെ സൂചനകൾ നമുക്ക് പനാമയ്ക്കെതിരെയുള്ള മത്സരത്തിലും കാണാൻ സാധിച്ചു. അതാണ്. അപ്പോൾ അത് കാർലോ അൻചെലോട്ടി ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ്, അതാൾ നന്നായിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ 4-2-4 പ്രത്യേകത എന്താണെന്നറിയോ? ഈ 4-2-4 ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1958 ഈ 4-2-4 ഫോർമേഷനുമായിട്ടാണ് വേൾഡ് കപ്പ് അവരടിക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്പിനെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഈ ഫുൾ ബാക്കുകൾ വളരെ കീ ആയിരുന്നു. നിൽട്ടൺ സാൻഡോസ് ആണെങ്കിലും അതേപോലെ തന്നെ യാൽമ സാൻഡോസ് ആണെങ്കിലും. എങ്ങനെയായിരുന്നു അവിടെ ആ 4-2-4 എന്ന് പറയുന്ന ഫോർമേഷൻ? പക്ഷേ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സഗാലോ എന്ന് പറയുന്ന വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്ലെയർ, ആൾ ലെഫ്റ്റ് വിങ്ങിലാണ് കളിക്കുന്നത് ആ 4-2-4. പുള്ളിക്കാരൻ മിഡ്ഫീൽഡിലേക്ക് ടക്കിൻ ചെയ്ത് വരും. അപ്പോൾ എന്താണ്, ഷേപ്പ് 4-3-3 ആകും ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ. അപ്പോൾ അതാണ്, അപ്പോൾ അവിടെ അവരെ ഔട്ട് നമ്പർ ചെയ്യാൻ പറ്റില്ല മിഡ്ഫീൽഡിൽ. അങ്ങനെ ആര് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് സംഭവം. അത്തരത്തിൽ ഭീകരമായിട്ടുള്ള വർക്ക് റേറ്റ് ആര് കൊടുക്കും എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനും ഭയങ്കരമായിട്ടുള്ള ഗെയിം റീഡ് ചെയ്യാനുള്ള കഴിവ് വേണം. അതേപോലെ തന്നെ ഒപ്പോസിഷൻ്റെ ഗെയിം കൂടി മനസ്സിലാക്കേണ്ട കഴിവുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിൽ പ്ലേയേഴ്സ് വേണം. അപ്പോൾ അതാണ് ആ 4-2-4 ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ബ്രസീൽ വേൾഡ് കപ്പ് അടിക്കുന്നത് ഈ ഫോർമേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഇവർക്ക് പുതിയ സംഭവമൊന്നുമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഒരു സൈഡ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കി പോകാം. അതായത് ആ ഫസ്റ്റ് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് അടിച്ചിട്ടുള്ള സൈഡിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കീപ്പറായിട്ട് ഗിൽമർ, ഒർലാൻഡോ ബെലീനി ആയിരുന്നു ക്യാപ്റ്റനായിട്ടാണ് ഡിഫൻസിൽ. 2 നല്ല സോളിഡ് സെൻറ്റർ ബാക്കുകൾ, നിൽട്ടൺ സാൻഡോസ് ലെഫ്റ്റ് ബാക്ക്, യാൽമ സാൻഡോസ് റൈറ്റ് ബാക്ക്. 2 പേരും പറക്കുന്ന ഫുൾ ബാക്കുകളാണ്. ദീദിയും സീറ്റയുമാണ് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ സിറ്റിയും മറ്റാൾ മുമ്പോട്ടേക്ക് പോകുന്ന തരത്തിലാണ്, ഒരാൾ സിറ്റിയും മറ്റാൾ മുമ്പോട്ടേക്ക് പോകുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നത്. സഗാലോ ലെഫ്റ്റ് വിങ്ങിൽ, ഗറിഞ്ച റൈറ്റ് വിങ്ങിൽ, പെലെ വാവ. അപ്പോൾ പെലെ ആ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്ന രീതിയിലേക്ക് നീങ്ങും. 17കാരൻ അന്ന് കളിച്ച കളി ലോകം ഞെട്ടിപ്പോയല്ലോ. വാവയും ഫാൻറ്റാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ ഈ സഗാലോ ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരാൻ ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നു. അവിടെ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ ആകാൻ, ആ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ടീമുകൾക്ക് കൊടുക്കാതിരിക്കാനുള്ളത്. അത് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു 3 മെൻ മിഡ്ഫീൽഡിന് ഈ 2 മെൻ മിഡ്ഫീൽഡിനെ ഈറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? അത് സ്വാഭാവികമല്ലേ, ഫുട്ബോൾ കളിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമല്ലോ, മിഡ് ഏരിയയിൽ പ്രത്യേകിച്ച് കസമീർക്കൊക്കെ ലാക്ക് ഓഫ് ലെഗ്സിലൊരു സാഹചര്യമാണ്. ബ്രൂണോജി പൊസിഷനിൽ അത്ര സെക്യൂർ അല്ലാത്തൊരു സാഹചര്യമാണ്. പൊസിഷനിൽ അത്ര സെക്യൂരിറ്റി ഉള്ളൊരു പ്ലെയർ അല്ല ബ്രൂണോജി. റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ്, അല്ലേ? നമുക്കറിയുന്നതാണ്. അപ്പോൾ എനിവേ, പിന്നെ മിഡ്ഫീൽഡിൽ സെൻറ്റർ മിഡ്ഫീൽഡ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഡാനിയിലോ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഡാനിയിലോയെ സംബന്ധിച്ചിടത്തോളം ചെക്കൻ ഈ പറഞ്ഞ പോലെ ബൊട്ടഫാഗക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര
ഡൈനാമിക്കായിട്ട് ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ്, ഒരു ബ്രസീലിയൻ മിഡ്ഫീൽഡർ എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ചങ്ങായി തന്നെയാണ്. ആൾ ഫോറസ്റ്റിലുണ്ടായിരുന്ന അവിടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ അവിടെ നിന്ന് വിട്ടതിന് ശേഷം ഇപ്പോൾ ബൊട്ടഫാഗോയിൽ വന്നിട്ട് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, കുറേ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പോൾ ഈ പനാമയ്ക്കെതിരെയും ആളുടെ ആ ഗോളൊക്കെ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. മാത്രമല്ല ആളുടെ ഓവറോൾ പെർഫോമൻസ് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. പക്കറ്റുമായിട്ടുള്ള ആളുടെ കോമ്പിനേഷൻ പ്ലേ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു ഓപ്ഷനായിരിക്കും. നേരത്തെ സാന്റോസ് ഒരു ഓപ്ഷനായിട്ടുണ്ടായിരുന്നു ചെൽസിയുടെ, ആളിനെ യൂസ് ചെയ്തില്ല. അഗെയിൻ അവിടെ എക്സ്പീരിയൻസിനാണ് പ്രാധാന്യം കൊടുത്തത് കാർലോ അൻചെലോട്ടി. അതേപോലെ തന്നെ എന്താണ് ജോ ഗോമസ്, ആന്ദ്രെ, ഇവരെയൊക്കെ മുമ്പ് ഓപ്ഷൻസ് ആയിരുന്നു. പക്ഷെ അവരൊന്നും, അതുപോലെ തന്നെ എഡേഴ്സൺ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യാൻ പോകുന്ന ചങ്ങായി, ഇവരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് കാർലോ അൻചെലോട്ടി. അല്ലെങ്കിൽ അവരൊന്നും വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയില്ല. പിന്നെ ലൂക്ക പക്വേറ്റയെ സംബന്ധിച്ചിടത്തോളം ആ വെസ്റ്റ് ഹാമിൽ ആളിന് വീർപ്പുമുട്ടി ജീവിക്കുകയായിരുന്നു, ബെറ്റിംഗ് അലിഗേഷനും പരിപാടികളൊക്കെ ആയിട്ട് ആകെ. എന്തായാലും തിരിച്ചാൾ ഫ്ലമിംഗോയിലേക്ക്, ബ്രസീലിലേക്ക് പോകുന്നു. അവിടെ ഇപ്പോൾ വീണ്ടും ആ ഒരു ഫോം തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ചങ്ങായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളും നെയ്മറും തമ്മിലുള്ളൊരു കോമ്പിനേഷനൊക്കെ മുമ്പ് ഭയങ്കര രസകരമായിരുന്നുള്ളതാണ്. അപ്പോൾ ഈ പക്വത്തെ ടീമിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വർക്ക് റേറ്റ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ആ മിഡ്ഫീൽഡിൽ ആൾ വരും, അറ്റാക്കിലും ആൾ വരും. ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ്. ഞാൻ ഒരു വർഷം മുമ്പാണ് പക്കറ്റെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കില്ലായിരുന്നു. കാരണം വെച്ചാൽ പക്കറ്റയുടെ ഫോമിൽ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഫോമിൽ മാത്രമല്ല, മെൻ്റലി ആൾ ശരിയായിരുന്നില്ല. ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലമിംഗോയുടെ മത്സരങ്ങൾ കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ കാർലോ അൻചെലോട്ടി കണ്ടിട്ടുണ്ടാവണമല്ലോ ആൾ ബെറ്ററായിട്ട് കളിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതാണ് കാർലോയുടെ ഓപ്ഷൻ. പിന്നെ ഫബീഞ്ഞോ ഓപ്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഫബീഞ്ഞോയുടെ ഒരു ഇൻക്ലൂഷൻ. സത്യം പറഞ്ഞാൽ 32കാരൻ അഗൈൻ എക്സ്പീരിയൻസ് ക്യാമ്പയിനറാണ്. ലിവർപൂളുള്ള സമയത്ത് അവരുടെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു മിഡ്ഫീൽഡിൽ. ഇപ്പോൾ ഇത്തിഹാദിന് വേണ്ടിയിട്ടാണ് സൗദിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഡീസൻ്റായിട്ട് കളിച്ചിട്ടുണ്ടെന്നാണ് ആളുടെ റിപ്പോർട്ടൊക്കെ വായിച്ചെടുക്കുമ്പോൾ പറയാൻ പറ്റുന്നത്. പക്ഷേ അഗൈൻ ഈ ഇൻറ്റൻസിറ്റിയിൽ ഇപ്പോൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളായിട്ടാണോ ഫബീഞ്ഞോ ഉള്ളത്. പക്ഷേ അഗൈൻ അത് ഒരു മെയിൻ ചോയ്സ് ആയിരിക്കില്ല ഫബീഞ്ഞോ എന്നുള്ളത് ഓർക്കണം. അപ്പോൾ പനാമയ്ക്കെതിരെ പനാമയ്ക്കെതിരെ എല്ലാവരും കളിച്ച പോലെയാണ്. അപ്പോൾ അതാണ് മിഡ്ഫീൽഡ് ഓപ്ഷൻസ്. ഇനി നമ്മൾ അവരുടെ അറ്റാക്കിലേക്ക് കടന്നു കഴിഞ്ഞിരിച്ചെങ്കിൽ ഇവിടെയാണ് നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കോൺട്രവേഴ്സി ഉണ്ട്, ജോ പെഡ്രോനെ ഉൾപ്പെടുത്തിക്കൂടായിരുന്നേ എന്നുള്ളൊരു ചോദ്യമുള്ളത്. പക്ഷെ ഇവിടെ വിനി ജൂനിയർ, റഫീന്യ, ഇതൊക്കെ എന്താണ് ടോപ്പ് ക്വാളിറ്റിയാണ് അല്ലേ, വെറും സാധാ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നെയ്മർ ജൂനിയർ, ഇതിൽ പിന്നെയുള്ളത് മാറ്റിയാസ് കുഞ്ഞ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയർ, റയാൻ ബോൺമൗത്തിൻ്റെ വിങ്ങറാണ്, എൻഡ്രിക് ലിയോൻ്റെ പ്ലെയർ. ഒരു ഘട്ടത്തിൽ റയൽ മാഡ്രിഡിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആൾ ഇവിടെ ഒരു സ്ഥാനം കിട്ടുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള മൂവ് ജനുവരിയിൽ എടുക്കുന്നു, എൻഡ്രിക്ക് നേരെ ലിയോണിലേക്ക് പോകുന്നു. കെയോസ് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ചങ്ങയാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താണ് നമുക്ക് എൻഡ്രിക്കിൽ നിന്ന് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗെയിം സ്റ്റേറ്റ് ഒക്കെ ഒരു സമനിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണെങ്കിൽ, ഒരു ഗോൾ ഇവർക്ക് ആവശ്യമുള്ള സാഹചര്യമൊക്കെയാണെങ്കിൽ ചെങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞിരിച്ചെങ്കിൽ അവിടെ കെയോസ് സൃഷ്ടിക്കാൻ പറ്റും. അത് തന്നെയാണ് കാർലോ അൻചെലോട്ടിയും യൂസ് ചെയ്യുന്നത്. കാരണം എബിലിറ്റി ഉണ്ട് ചങ്ങായിക്ക്, അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയില്ല റയൽ മാഡ്രിഡിൽ. കാരണം അത്തരത്തിലുള്ള മിനിറ്റ്സും കാര്യങ്ങളും കിട്ടിയില്ല. ആ ലിയോണിലേക്കുള്ള മൂവ് ഫാന്റാസ്റ്റിക് മൂവ് ആയിരുന്നു ആളെ സംബന്ധിച്ചിടത്തോളം. ആളുടെ ഏജൻറ്റ് എന്തായാലും നല്ല രീതിയിൽ ആൾക്ക് ആരാണോ ഉപദേശം കൊടുത്തത് അവർ നല്ല രീതിയിലുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ചങ്ങായി തന്നെയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റിയിലേക്ക് എത്താൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്ലെയർ ആയിട്ട് തന്നെയാണ് എൻട്രിക്കിനെ ഞാൻ കാണുന്നത്. നല്ല ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ചങ്ങായിയാണ് എൻട്രിക്ക്. പിന്നുള്ളത് ഇഗോർ തിയാഗോയുടെ ആ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൽ ബാക്കിയുള്ളവർക്ക് ആർക്കും ആ പ്രൊഫൈലില്ല. അതൊരു ടിപ്പിക്കൽ നമ്പർ 9 പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ ഒരു ബോക്സിൽ ഒരു ടാർഗറ്റ് മാനെ പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ആൾക്ക് ബ്രെൻഫോർഡിൽ ഈ സീസണിൽ 22 പ്രീമിയർ ലീഗ് ഗോൾ അടിച്ചിട്ടുണ്ട്. ആളെക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് ആകെ എർലിംഗ് ഹാളൻഡ് മാത്രമാണ്. പക്ഷേ അഗൈൻ ചില സാഹചര്യങ്ങളിലൊക്കെ ക്ലിനിക്കൽ അല്ലാത്ത ഇഗോർ തിയാഗോയെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ. പക്ഷേ ആൾ പെനാൽറ്റിയും എടുക്കുന്ന തരത്തിലുള്ള ചങ്ങായിയാണ്, ബോക്സിലൊരു ന്യൂസൻസ് ആണ്. ഈവൻ ലിങ്ക് പ്ലേയിലൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ കെവിൻ ഷാഡയുമായിട്ടാണ് ആളുടെ ലിങ്ക് പ്ലേ ഒക്കെ ബ്രെൻഫോർഡിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആളുടെ ലിങ്ക് പ്ലേ എന്ന് പറഞ്ഞാൽ കെവിൻ ഷാഡെ പോലത്തെ പ്ലേയേഴ്സുമായിട്ടല്ല, ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സായിട്ടാണ്. ആകെ 3 മത്സരം അങ്ങനെയല്ലേ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് ബ്രസീലിൻ്റെ കാര്യം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിൽ നല്ല ഫോമിലാണ് വരുന്നത്. ഫിസിക്കലായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് പ്രൊഫൈൽ, ഒരു പ്രോപ്പർ നമ്പർ 9 പ്രൊഫൈലാണ്. അപ്പോൾ ചില മത്സരങ്ങൾ അത്തരത്തിലുള്ള പ്രൊഫൈലുകളെ യൂസ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ ഇപ്പോൾ കാർലോ അൻചെലോട്ടി ഇപ്പോൾ പനാമയ്ക്കെതിരെയുള്ള ഒരു മത്സരം കണ്ടിട്ട്, പിന്നെ ഈജിപ്തിനെതിരെയുള്ള ഒരു ഫ്രണ്ട്ലി ഉണ്ട്, അതിൽ കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ആൾക്ക് കിട്ടും, ഐഡിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇഗോർ തിയാഗോ വെച്ച് സ്റ്റാർട്ട് ചെയ്താലും സർപ്രൈസ്ഡ് ആകണ്ട എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റഫീന്യ നമുക്കറിയാം ഫാന്റാസ്റ്റിക് പ്ലെയറാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ആളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒരുപാട് ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്തിട്ടുള്ള ചങ്ങയാണ്. ബ്രസീലിന് വേണ്ടിയിട്ട് യെറ്റ് ടു ഡെലിവറാണ്. ഇപ്പോൾ ആരാണെങ്കിലും, അതിപ്പോൾ വിനി ആണെങ്കിലും റഫീന്യ ആണെങ്കിലും ആരാണെങ്കിലും ബ്രസീലിന് വേണ്ടിയിട്ട് ഇവരൊക്കെ യെറ്റ് ടു ഡെലിവറാണ് എന്നുള്ളത് ഓർക്കേണ്ടതില്ല. അതായത് നമ്മൾ ചില സ്റ്റാറ്റ്സുകൾ പറഞ്ഞു പോകേണ്ടതായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണിത്. ഈ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ
257 മത്സരങ്ങൾ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് അവസാനത്തെ 5 സീസണുകളിൽ 153 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഗോളുകളും അസിസ്റ്റുകളായിട്ട് 183 എണ്ണം 257 മത്സരങ്ങൾ. അതിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ചങ്ങായി ഡെലിവറി നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷേ അത് നേരെ ബ്രസീലിൻ്റെ കുപ്പായം എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 48 മത്സരങ്ങളിൽ 17 ഗോൾ കോൺട്രിബ്യൂഷൻസ്, വെറും 17 ഗോൾ കോൺട്രിബ്യൂഷൻസ് മാത്രം. അതായത് 0.36 പെർ മാച്ച് മാത്രം. 0.79 ആണ് ആളുടെ ഗോൾ കോൺട്രിബ്യൂഷൻ്റെ റേറ്റ്, ആവറേജ് റേറ്റ് റയൽ മാഡ്രിഡിലത്. അതിൻ്റെ ഓൾമോസ്റ്റ് പകുതിയല്ല, പകുതിയിലും താഴെ. അതാണ് ശരിയായിട്ടുള്ള കണക്ക്. അപ്പോൾ ഇവരൊക്കെ സ്റ്റെപ്പപ്പ് ചെയ്യണം. ഈ ബ്രസീലിൻ്റെ കുപ്പായം ധരിച്ച് അതിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു പണിയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ പക്ഷേ ഇതാണ് സമയം. ഇപ്പം കൂടി പെർഫോം ചെയ്തില്ലെങ്കിൽ പിന്നെ പെർഫോം ചെയ്യണ്ട. റഫീനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, റഫീനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. 127 ഗോൾ ഇൻവോൾവ്മെൻ്റ് ആണ് 177 മത്സരങ്ങൾ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് ചങ്ങായി നടത്തിയിട്ടുള്ളത്. 0.72 പെർ മാച്ച് ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യമാണ്. 18 ഗോൾ കോൺട്രിബ്യൂഷൻ മാത്രമാണ് 38 മത്സരങ്ങളിൽ സെലസാവയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ബ്രസീലിന് വേണ്ടി നടത്തിയിട്ടുള്ളൂ. 0.47 പെർ മാച്ച്. വിനിയേക്കാൾ ബെറ്ററായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. റഫീനയുടെ സ്റ്റിൽ ബെറ്റർ നമ്പേഴ്സാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വിനിയുടെ കാലിബറിനനുസരിച്ചുള്ളൊരു നമ്പറേ അല്ല. അപ്പോൾ ഇതാണ് ആളുടെ സമയം. കാർലോ അഞ്ചലോട്ടി എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട മാനേജർ കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ആ രീതിയിലൊരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു. ഇഗോർ തിയാഗോനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടിപ്പിക്കൽ നമ്പർ 9 പ്രൊഫൈലായിട്ടാണ് ആൾ വരുന്നത്. പിന്നെ ഉള്ള ഓപ്ഷൻ ഗബ്രിയൽ മാർട്ടിനെലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24-കാരനാണ്. ഇപ്പോൾ 4-4 ആണെങ്കിൽ എങ്ങനെയാണ്? 4-4 ആണെങ്കിൽ 2 ഫോർവേഡ്, അത് ചിലപ്പോൾ ഒരു 10 ആയിട്ടായിരിക്കും. അതിന് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. 4-4 പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. 4-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, 2 മിഡ്ഫീൽഡർമാർ, 4 അറ്റാക്കേഴ്സ്. ആ 4 അറ്റാക്കേഴ്സിനെ പല രീതിയിൽ യൂസ് ചെയ്യാം. ഒരു സ്ട്രൈക്കറായിട്ട്, പിന്നെ ആ സ്ട്രൈക്കറിന് താഴെ ഒരു 10 ആയിട്ട്, പിന്നെ 2 വിങ്ങിൽ ആൾക്കാരായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ 2 ഫോർവേഡുകളായിട്ട്, അല്ലെങ്കിൽ 2 10കളായിട്ട്, 2 പിന്നെ വിങ്ങർമാർ, ഈ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് റൊട്ടേഷൻ സ്വാഭാവികമായിട്ട് നടക്കും പ്ലേയേഴ്സ് തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോർമേഷൻ പറയണ്ട. അപ്പോൾ ഇപ്പോൾ വിനി ജൂനിയർ തന്നെ 9 കാർലോ അഞ്ചലോട്ടി വന്നതിന് ശേഷം കുറേ മിനിറ്റുകൾ കളിച്ചിട്ടുണ്ട്. ആ ഒരു 9 റോള് കളിച്ചിട്ടുണ്ട്. വിങ്ങിൽ കളിക്കുന്നതിന് പകരം 9 റോള് കളിച്ചിട്ടുണ്ട്. റഫീന ആ റോള് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും മാർട്ടിനെല്ലിനെ കാണുന്നത് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലുള്ള ഒരു ഓപ്ഷനായിട്ടാണ്. ലെഫ്റ്റ് വിങ്ങിലൊരു ഓപ്ഷനായിട്ട്. റൈറ്റ് വിങ്ങിലും ആൾക്കൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന ചങ്ങയാണ്. പേസി ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഈ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ തുടക്കത്തിലേ പറയുന്നുണ്ട്, ഈ USA കണ്ടീഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇതിന് മുമ്പ് USA വേൾഡ് കപ്പ് നടന്നപ്പോൾ അത് ജയിക്കുന്നത് ബ്രസീലാണ്. അതിനർത്ഥം യൂറോപ്യൻസിന് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. പക്ഷേ കണ്ടീഷൻസ് കൂടുതൽ പിന്നെ ബ്രസീലുകാർക്കും അർജൻറ്റീനക്കാർക്കും കൊളംബിയക്കാർക്കും ഒക്കെ ബെറ്റർ സൂട്ടഡ് ആണെന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഈ അത്ലറ്റിസിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ കൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം മാർട്ടിനെല്ലി യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ജോ പെഡ്രോനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. കാരണം ജോ പെഡ്രോ അമ്മാതിരി ഫോമിലാണ് കളിക്കുന്നത്. ചെൽസി ഡിസാസ്ട്രസ് ക്യാമ്പയിൻ ആയിരുന്നെങ്കിൽ പോലും ജോ പെഡ്രോ സ്റ്റുഡ് ഔട്ട് ചെയ്യുന്നൊരു കാര്യം നമ്മൾ കണ്ടു. ജോ പെഡ്രോ മികച്ച രീതിയിലുള്ള ഗോളുകൾ അടിക്കുന്നു. ആ ബ്രസീലിയൻ ഫ്ലെയർ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ ജോ പെഡ്രോക്കും ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പറ്റും. ടിപ്പിക്കൽ വിങ്ങറിനെ പോലെയല്ല, ഇൻസൈഡ് ഫോർവേഡായിട്ട് ആൾക്ക് കളിക്കാൻ പറ്റും, 10 ആയിട്ട് കളിക്കാൻ പറ്റും, സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ മാർട്ടിനെല്ലിക്ക് പകരം വേണമെങ്കിൽ ആളെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ലെഫ്റ്റിൽ പിന്നെ ആരാണ് ഓപ്ഷനായിട്ട് വരിക എന്നുള്ളത്. അതായത് ലെഫ്റ്റിൽ ഇപ്പോൾ വിനിക്ക് ഇഞ്ചുറി പറ്റിയെന്ന് വിചാരിച്ചോ, വേണമെങ്കിൽ റഫീനയ്ക്ക് ലെഫ്റ്റിൽ കളിക്കാമല്ലോ. റഫീന ആ രീതിയിൽ കളിക്കുന്ന ഒരാളാണല്ലോ അല്ലേ. ഇപ്പോൾ ഈ ജോ പെഡ്രോയുടെ വെർസറ്റൈൽ ഫോർവേഡ് നേച്ചർ ബ്രസീലിന് ഗുണകരമായേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിവേ അത് കാർലോക്ക് അത് തോന്നിയില്ല. വേദനയോട് കൂടിയിട്ടാണ് ആളെ ഒഴിവാക്കുന്നതാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാർട്ടിനെല്ലിയുടെ ഇൻക്ലൂഷനാണ് എനിക്കൊരു പ്രൊഫൈൽ വൈസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്ലറ്റിക്കാണ്, വിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും, പേസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം കാർലോ അഞ്ചലോട്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ലൂയിസ് എൻട്രിക്കെ, ആൾ 25-കാരൻ, ജെനിത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡഗ്ലസ് സാന്റോസിൻ്റെ ടീംമേറ്റാണ് ക്ലബ് ലെവലിൽ. ബൊട്ടഫോഗോയുടെ 2024 സീസണിലെ ഒരു ഹീറോ ആയിരുന്നു ചങ്ങായി. ആ സമയത്ത് അവർ ബ്രസീലിയൻ ടൈറ്റിലും ലിബർട്ടഡോറസും, കോപ്പ ലിബർട്ടഡോറസ്, അതായത് ഇവിടുത്തെ ചാമ്പ്യൻസ് ലീഗ് പോലത്തെ സംഭവമാണ് കോപ്പ ലിബർട്ടഡോറസ് സൗത്ത് അമേരിക്കയിൽ. അത് ഇവർ ജയിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് റൈറ്റ് വിങ്ങറാണ് ചങ്ങായി. ആൾ ബ്രസീലിന് വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലൂയിസ് എൻട്രിക്കിനെ സെലക്ട് ചെയ്യുന്നൊക്കെ ആളുകൾ ഇങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം, പ്രീമിയം യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നവരെ മാത്രം എടുക്കണം എന്നുള്ളതൊന്നുമല്ല. ബാക്കിയുള്ളവർ ഇവരൊക്കെ കാണുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ പ്രകടനം കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീമിയം യൂറോപ്യൻ ക്ലബ്ബിൽ കളിക്കുന്ന എത്ര പേര് ബ്രസീലിൻ്റെ കുപ്പായത്തിൽ വന്നിട്ട് അത് ആ ഫോം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്? വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ.
അല്ലേ? അപ്പോൾ ലൂയിസ് എൻട്രിക്ക് സംബന്ധിച്ചിടത്തോളം എന്താണ്, കാർലോ അൻചെലോട്ടി എപ്പോഴൊക്കെ ആളിനെ കോളപ്പ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പനാമയ്ക്കെതിരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല, പക്ഷേ അതിന് മുമ്പൊക്കെ ആൾ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കാർലോ അൻചെലോട്ടിയുടെ കീഴിൽ ആൾ 344 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ആ 344 മിനിറ്റ്സിൽ 14 ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയർ 685 മിനിറ്റ് കാർലോ അൻചെലോട്ടിയുടെ കീഴിൽ കളിച്ചിട്ടുണ്ട്. അതിൽ 18 ഡ്രിബിളുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൂയിസ് എൻട്രിക്ക് ആ ടേക്ക് ഓൺ നടത്താൻ, ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് നടത്തുന്ന തരത്തിലുള്ള ചങ്ങായാണ്, ബ്രേവായിട്ട് കളിക്കുന്ന ഒരു ചങ്ങായാണ്. അപ്പോൾ എന്തായാലും ആളെ യൂസ് ചെയ്തത് അല്ലെങ്കിൽ ചൂസ് ചെയ്തത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും. റയാൻ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈലാണ്. റയാൻ അഗൈൻ റൈറ്റിൽ വിങ്ങറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അഗൈൻ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഈ ഗെയിമിൽ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾ എന്ന പ്രൊഫൈൽ എന്ന രീതിയിൽ തന്നെയായിരിക്കും ആളെ ചൂസ് ചെയ്തിട്ടായിരിക്കും. ബോൺമൗത്തിന് വേണ്ടിയിട്ട് എരോളുടെ കയ്യിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫോമിൽ തന്നെയാണ് ചങ്ങായി ഉള്ളത് റയാൻ. ഭാവിയിലേക്കുള്ളൊരു താരമാണ് റയാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ പനാമയ്ക്കെതിരെ ചങ്ങായി ഗോൾ അടിച്ചു, ആളുടെ കരിലാദ്യത്തെ ഗോൾ. എൻട്രിക്കും ഓൾറെഡി ബ്രസീലിന് വേണ്ടി ഗോൾ അടിച്ചിട്ട് ഇംഗ്ലണ്ടിനെതിരെ വെംബ്ലിയിലാണ്. ഇത് മറക്കാനയിലാണ് ഈ ഗോളടിച്ച് തുടങ്ങുന്നത് ആര്, റയാനൊക്കെ എന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ മാറ്റിയാസ് കുഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കറാണ്, ഭയങ്കര ഹാർഡ് വർക്കറാണ്. അഗൈൻ ആളുടെ ഗെയിമിൽ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഉണ്ട്. പനാമയ്ക്കെതിരെ വെച്ച് രീതിയിൽ കളിച്ചില്ല, ആളുകൾ പെട്ടെന്ന് ഓർമ്മ വരാൻ പനാമയ്ക്കെതിരെയുള്ള ഗെയിമായിരിക്കും. പക്ഷേ ബ്രസീലിന് വേണ്ടിയിട്ട് കാർലോ അൻചെലോട്ടിയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പട്ടികയിൽ നമുക്ക് മാറ്റിയാസ് കുഞ്ഞയുടെ പേര് കാണാൻ സാധിക്കും എന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു. അത് 11 ചാൻസുകൾ ചങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻചെലോട്ടിയുടെ കീഴിൽ. വിനീഷ്യസ് ജൂനിയറാണ് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് 18, ബ്രൂണോജി 15, കസമീറോ മിഡ്ഫീൽഡിൽ നിന്ന് 14 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞ 11 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ ഈ പറഞ്ഞ പോലെ സഗാലോടെ റോള് ചെയ്യാൻ പറ്റുന്ന ചങ്ങയാണ്. സഗാരെ പോലെ കളിക്കാൻ പറ്റുന്നല്ല പറയുന്നുണ്ട്, നമ്മളാരും കണ്ടിട്ടുമില്ല വ്യക്തമായിട്ട്. അതായത് ഇനിയിപ്പോൾ ആൾ ആ ലെഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നാൽ മിഡ്ഫീൽഡിൽ എക്സ്ട്രാ മാൻ ആകാൻ പറ്റും. ആ 4-4 കളിക്കുന്ന സാഹചര്യത്തിൽ എക്സ്ട്രാ മാൻ ആകാൻ പറ്റുന്ന തരത്തിൽ അത്തരത്തിലുള്ള എനർജി കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ് മാറ്റിയാസ് കുഞ്ഞ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ 9 ആയിട്ട് കളിക്കാൻ പറ്റും, 2 10 ആയിട്ട് കളിക്കുന്ന കാര്യത്തിൽ അതിലൊരു ഓപ്ഷനായിട്ട് ആളെ യൂസ് ചെയ്യാൻ പറ്റും. ആൾ അൺലിമിറ്റഡ് വർക്ക് റേറ്റ് കൊടുക്കും, ആളെ നമ്പാൻ പറ്റും ആ രീതിയിൽ. ആ വർക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ ക്ലിനിക്കലല്ല ചങ്ങ, പക്ഷേ ചില സാഹചര്യങ്ങൾ വേൾഡ് സാധനങ്ങൾ അടിക്കാനും കഴിവുള്ള തരത്തിലുള്ള ചങ്ങയാണ് മാറ്റിയാസ് കുഞ്ഞ. അപ്പോൾ അതാണ് ബ്രസീലിൻ്റെ സ്ക്വാഡ്. ഇനി ഇതിൽ ഇടം പിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ആളുകൾ ആരൊക്കെയാണ്? ജോ പെഡ്രോ, എസ്താവിലിന് ഇഞ്ചുറി ആയിരുന്നു, തിയാഗോ സിൽവക്ക് ഇടം പിടിക്കാൻ പറ്റിയില്ല, ആൻ്റണി ഡീസൻ്റായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് റയൽ ബെറ്റിസിന് വേണ്ടിയിട്ട്, ആൾക്ക് റൈറ്റ് വിങ്ങിൽ ഓപ്ഷനായിട്ട് വരാൻ പറ്റില്ല, റിച്ചാർലിസൺ മുമ്പ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ എമ്മാതിരി ഗോളൊക്കെ അടിച്ചുള്ള ചങ്ങായാണ്, ആൾക്ക് ഇടം പിടിക്കാൻ സാധ്യത. കാരണം വെച്ചാൽ അത്ര നല്ല ഫോമിലല്ല കളിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ആളുടെ ഇപ്പോൾ ബ്രസീൽ ഉപ്പായത്തിലൊക്കെ ഒരു എക്സ്ട്രാ ഗ്രിറ്റോടുകൂടി കളിക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ്. വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു, കാർലോ അൻചെലോട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടായിരുന്ന ചങ്ങായി ഉൾപ്പെടുത്തിയില്ല. ആന്ദ്രേ സാന്റോസ് ഇല്ല, മെലിറ്റാവൊക്കെ ഇഞ്ചുറിയാണ്, സവീനിയോ പോരാ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ജോ ഗോമസ്, പിന്നെ കാർലോ അഗോസ്റ്റോ, റോഡ്രിഗോക്ക് ഇഞ്ചുറി പറ്റിയൊക്കെ ഒരു പ്രശ്നമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതാണ്, ഇഞ്ചുറീസും ഉണ്ട് അവർക്ക് പ്രശ്നമായിട്ട്. പക്ഷേ സ്റ്റിൽ ആ അറ്റാക്കിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് ഇപ്പോൾ പ്രധാനമായിട്ട് സ്റ്റെപ്പ് ചെയ്യേണ്ട ആളുകൾ റഫീനിയും വിനി ജൂനിയറും തന്നെയാണ്. ഓഫ് കോഴ്സ് നെയ്മർ ജൂനിയർ അവിടെ ഉണ്ട്, ഇഗോർ തിയാഗോ ഒരു നമ്പർ 9 ഓപ്ഷൻ ആയിട്ടുണ്ട്, എൻട്രിക്ക് കേവസ് സൃഷ്ടിക്കാനായിട്ടുണ്ട്, മാറ്റിയാസ് കുഞ്ഞ ഒരു എക്സ്ട്രാ സാധനം കൊടുക്കാനായിട്ടുണ്ട്. ഇനി നമ്മൾ പനാമയ്ക്കെതിരെയുള്ള ബ്രസീലിൻ്റെ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ ആലിസൺ ബക്കറായിരുന്നു കീപ്പറായിട്ടുണ്ടായിരുന്നത്. ഡിഫൻസിൽ ബ്രെമറും പെരേരയും, ലിയോ പെരേരയെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലേ സ്ക്വാഡ് അനാലിസിസ് ചെയ്യുമ്പോൾ? ഇല്ലല്ലേ. ഡിഫൻസിൽ ലിയോ പെരേര എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ലെഫ്റ്റ് ഫുട്ടഡ് സെൻ്റർ ബാക്കായിട്ട്. ഇപ്പോൾ ഗബ്രിയലിനൊക്കെ അണ്ടർസ്റ്റഡി ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ചങ്ങായാണ് ആര്, ലിയോ പെരേര. ഡീസെൻറ്റ് സെൻ്റർ ബാക്കാണ്, അത്ര ടോപ്പ് ഓഫ് ദ റേഞ്ച് ചങ്ങായി ഒന്നല്ല. ഫ്ലമിംഗോക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, ബ്രസീലിയൻ ലീഗിൽ നിന്നാണ് വരുന്നത്. പക്ഷേ എന്താണ്, ബ്രസീലിയൻ ലീഗിൽ നിന്ന് വരുന്നവരൊക്കെ ഡീസൻ്റായിട്ട് കളിക്കാറുണ്ട് ബ്രസീലിൻ്റെ കുപ്പായത്തിൽ എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ ലിയോ പെരേര ഡീസൻറ്റ് മാത്രമാണ്, നല്ല ബോൾ പ്ലേയിങ് എബിലിറ്റി ഒക്കെ ഉള്ള ചങ്ങായാണ്. ഡിഫെൻഡിങ്ങിലാണ് ചില പ്രശ്നമുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ സാൻഡ്രോ എന്ന് പറയുന്ന വെറ്ററനും വെസ്ലി എന്ന് പറയുന്ന ആ ഒരു സ്പീഡ്സ്റ്ററുമാണ് ആ ഒരു റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. കസമീറോ, ബ്രൂണോജി മിഡ്ഫീൽഡിൽ 4-2-4 ആയിരുന്നു ഫോർമേഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു 4-2-3-1 എന്ന രീതിയിലും വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഹെൻട്രിക്ക് റൈറ്റ് വിങ്ങിൽ, റഫീനിയ 10 ആയിട്ട്, വിനി ജൂനിയർ സ്ട്രൈക്കർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ കുഞ്ഞ റഫീനിയ ആ ഒരു 2 സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്ന രീതിയിലൊക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ഇതിൽ എന്തായിരുന്നു അവരുടെ പ്രശ്നം? ആ മിഡ്ഫീൽഡായിരുന്നു പ്രശ്നം. കാരണം മിഡ്ഫീൽഡിൽ ഈവൻ പനാമ പോലും അവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു, വലിയ തോതിലുള്ള പ്രശ്നങ്ങളല്ല, പക്ഷേ സ്റ്റിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പക്ഷേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയി. സെക്കൻഡ് ഹാഫിൽ ഹോൾസെയിൽ ചേഞ്ചസ് വരുത്തി. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ 10 പേരെയും മാറ്റി, ലിയോ പെരേര മാത്രമാണ് മാറ്റാതിരുന്നത്. എഡേഴ്സും വരുന്നു, ഡാനിയിലോ റൈറ്റ് ബാക്കിൽ വരുന്നു, ഡഗ്ലസ് സാന്റോസ് ലെഫ്റ്റ് ബാക്കിൽ വരുന്നു, റോജർ ഇബാനസ് വരുന്നു സെൻറ്റർ ബാക്കിൽ, അതേപോലെ തന്നെ ഡാനിയിലോ മിഡ്ഫീൽഡിലേക്ക് വരുന്നു, ഫബീനിയോ വരുന്നു, ലൂക്ക പക്കേറ്റ വരുന്നു. ഓക്കെ, അപ്പോൾ മിഡ്ഫീൽഡിൽ ഒരു എക്സ്ട്രാ ബോഡി വരികയാണ്. എൻട്രിക്ക്, തിയാഗോ, റയാൻ, ഈ 3 പേര്. ഇപ്പോൾ വിനി ജൂനിയർ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. വിനി ജൂനിയർ നല്ല ഗോളൊക്കെ അടിച്ചു, വിനി ജൂനിയർ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ എൻട്രിക്ക്, അതുപോലെ തന്നെ തിയാഗോ,
റയാൻ ഡീസൻ്റായിട്ട് കളിച്ചത്. കാരണം വെച്ചാൽ അവർക്ക് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യണം, അവർക്ക് ആ സ്റ്റാർട്ടിംഗ് സ്പോട്ട് വേണം, അതിന് വേണ്ടിയിട്ട് കളിച്ച പോലെയാണ് അവർ ആ സെക്കൻഡ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ പ്രധാന വ്യത്യാസം ആ 4-2-4 നിന്ന് എന്തായിരുന്നു വ്യത്യാസം എന്ന് വെച്ചാൽ ആ മിഡ്ഫീൽഡിൽ എക്സ്ട്രാ ബോഡി ഉണ്ടായിരുന്നു. ആ എക്സ്ട്രാ ബോഡി ഉള്ളതോടുകൂടി ആ മിഡ്ഫീൽഡ് കുറേ കൂടി കൺട്രോൾ അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വന്നു എന്നുള്ളത് ഓർക്കണം. ഫബീഞ്ഞോയും അതേപോലെ തന്നെ ലൂക്ക പക്വേറ്റയും ഡാനിയിലോ ഉള്ളത്, അതിൽ തന്നെ ഡാനിയിലോ പക്വേറ്റ കോമ്പിനേഷൻ വെച്ച് ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു. റീസെൻ്റായിട്ട് കണ്ടുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അഗെയിൻ ഡാനിയിലോ നല്ല ഫോമിലാണ് വരുന്നത്. ഇപ്പോൾ ഡാനിയിലോനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ബ്രസീലിന് ഗുണകരമാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ്. കാർലോ അഞ്ചലോട്ടി ഞാൻ പറഞ്ഞല്ലോ അഗെയിൻ ബുദ്ധിമാനാണ്, പക്ഷേ സ്റ്റിൽ ആൾ ഈ പ്ലേയേഴ്സിൻ്റെ മനസ്സ് വെച്ച് കളിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല. അപ്പോൾ ആൾക്കൊരു ഒരു ഒരു ടീമുണ്ട് ആളുടെ മനസ്സിൽ ഓൾറെഡി, അത് വെച്ച് തന്നെ ആയിരിക്കും മിക്കവാറും കളിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ബ്രൂണോജി കസമീറോ സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ കൂടെ ആരും എന്നുള്ളതാണ്. ഒരു പക്ഷേ പക്വേറ്റ ആയാൽ ബ്രൂണോജി കസമീറോ പക്വേറ്റ കോമ്പിനേഷൻ ആണെങ്കിലും ഡീസൻ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഒരു എക്സ്ട്രാ ബോഡി ആ മിഡ്ഫീൽഡിൽ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ 4-4 കളിച്ചിട്ട് അവർ ഞെട്ടിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. ഇത് എൻ്റെ തോന്നലുകളാണ്, എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ഞെട്ടിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്ലെയർ എൻട്രിക്കാണ്. ഒരു പക്ഷേ ബെഞ്ചിൽ നിന്നൊക്കെ വന്നിട്ടായിരിക്കും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. റയാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ് റൈറ്റ് വിങ്ങിൽ. അപ്പോൾ അൺപ്രഡിക്റ്റബിലിറ്റി ആ ഒരു അറ്റാക്കിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ട്, അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയുന്ന സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ പൊസഷൻ ഇല്ലാണ്ടെയും കളിക്കാൻ വളരെ കംഫർട്ടബിളാണ് ബ്രസീൽ അല്ലേ. അപ്പോൾ അതൊന്ന് അവർക്ക് കാര്യങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ടീമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവരുടെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബോൾ കിട്ടി വളരെ പെട്ടെന്ന് തന്നെ മുമ്പോട്ടേക്ക് പോവുക. ബിൽഡപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബാക്കിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ആ ഒരു അറ്റാക്ക്. ഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മുമ്പോട്ടേക്ക് പോയിട്ട് ഓപ്പോസിറ്റ് ഹാഫിലേക്ക് പോയിട്ട് ഒരു ഷോട്ടിൽ കലാശിക്കലോ അത്തരത്തിലുള്ള പരിപാടിയാണ് ഡയറക്റ്റ് അറ്റാക്ക് എന്ന രീതിയിൽ പറയാം. അപ്പോൾ ആ രീതിയിൽ ഡയറക്റ്റ് അറ്റാക്കിൻ്റെ പരിപാടിയാണ് ഇവർ ചിന്തിക്കുക. കാരണം അതിന് സൂട്ടഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് ഈ പറഞ്ഞ പോലെ വി ജൂനിയർ ആണെങ്കിലൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എത്രത്തോളം എഫേർട്ട് ഇവർ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രസ്സിങ്ങിലൊക്കെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ. അത്ര നല്ല പ്രസ്സിംഗ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ എത്രത്തോളം എഫേർട്ട് എത്രത്തോളം ഇവർ ഇടുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എത്രത്തോളം ഇവർ പ്രസ് ചെയ്യുന്നു, എത്രത്തോളം ഇവർ എനർജി ഇവർ കൊടുക്കാൻ റെഡിയാണ്. കണ്ടീഷൻസൊക്കെ ടെസ്റ്റിംഗ് ആയിരിക്കും, ഇടങ്ങറ് പിടിച്ച കണ്ടീഷൻസ് ആയിരിക്കും, വാട്ടർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ അത്തരത്തിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ വെച്ചിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ്. പക്ഷേ പറഞ്ഞാൽ ഈ കണ്ടീഷൻസ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ സൗത്ത് അമേരിക്കൻ ടീമുകൾക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കളിച്ച് പരിചയമുള്ള കണ്ടീഷൻസാണത്. അപ്പോൾ എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാർലോ അഞ്ചലോട്ടിയാണ് അവരുടെ പ്രധാന പ്രതീക്ഷ. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ ആ ഒരു എക്സ്ട്രാ ബോഡി കൊണ്ടുവരാൻ ചങ്ങായി ശ്രമിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. ഫുൾ ബാക്ക് ഏരിയയിൽ ഇപ്പോഴും ഒരു കൺസേൺ ഉണ്ട്. പക്ഷേ ഡഗ്ലസ് സാന്റോസ് ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺസെൻസ് ലെഫ്റ്റ് ബാക്കാണ്. ആ രീതിയിലുള്ളൊരു ചങ്ങായിനെയാണ് അവർക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെസ്ലി കുറച്ചുകൂടി അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ളൊരു ചങ്ങായിയാണ്. ഗാസ്പെരീൻ്റെ കീഴിൽ കുറേ കൂടി ഇമ്പ്രൂവ് ആയി. ഗാസ്പെരീൻ അത്തരത്തിലൊരു അറ്റാക്കിംഗ് കോച്ചാണ് അല്ലേ, അത് കാര്യമായിട്ട് ഇമ്പ്രൂവ് ആകും, സ്വാഭാവികമാണ്. അപ്പോൾ ഗാസ്പെരീൻ്റെ കീഴിൽ ചങ്ങയുടെ ഔട്ട്പുട്ടും കൂടി ഇപ്പോൾ 5 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. വിങ് ബാക്ക് എന്ന രീതിയിലാണ് കളിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ മിഡ്ഫീൽഡ് ഉണ്ടെങ്കിൽ വെസ്ലിക്കൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയി കളിക്കാം. എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ, അത് 2 മെൻ മിഡ്ഫീൽഡ് ആണെങ്കിൽ ഈ ഡിഫൻസിനെ കൗണ്ടർ അറ്റാക്കിൽ കാര്യമായിട്ട് ടീമുകൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, എനിവേ അഗെയിൻ ബ്രസീലായതുകൊണ്ട് തള്ളിക്കളയേണ്ട. സ്ക്വാഡിൽ വീക്ക്നെസ് ഉണ്ട്, നമ്മളതാണ് സംസാരിച്ചു പോയത്. പക്ഷേ അഗെയിൻ ചാൻസ് ഉണ്ട്. ഹെക്സയ്ക്കുള്ള പ്രധാന പ്രതീക്ഷ കാർലോ അഞ്ചലോട്ടിയാണ്. അതേപോലെ തന്നെ ബിഗ് പ്ലെയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.